വിദ്യാർത്ഥികളെ, വേദിയിലിരിക്കുന്ന പ്രിയ അധ്യാപക സുഹൃത്തുക്കൾ, ഞാനിപ്പോ ഡോസ്റ്റോസ്കിയുടെയോ ടോൾസ്റ്റോയുടെയോ ആൽബർ കാമ്യുവിന്റെയോ ഊബിന്റെയോ ഒക്കെ ഒരു നോവല് വായിക്കാൻ തുടങ്ങിയ അതേ ഇഷ്ടത്തോടു കൂടി ജിജ്ഞാസയോടും കൂടിയാണ് മഹാഭാരതം എന്നുള്ള നോവൽ ഞാൻ വായിച്ചത്. അതിനുള്ള കാരണം VK-ന്. ഞാൻ അദ്ദേഹമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. അപ്പോ പലപ്പോഴും അവിടെ പോകും. അപ്പൊ അവിടെ ഒരു ദിവസം പോയപ്പോ ഒരു പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു, നാരായണൻ മഹാഭാരതം വായിച്ചിട്ടു? അപ്പൊ ഞാൻ ഇളിഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല, എന്നാ വായിക്കണം. എന്നിട്ട് അയാള് മഹാഭാരതത്തിലെ ഒരു ശ്ലോകം ചൊല്ലി. പാഞ്ചാലിയുടെ അവസ്ഥയാണ് കാട്ടിൽ. 5 കുന്നിനടുക്കുള്ള പുഴ പോലെ പുഴങ്ങിനാൾ. എന്നിട്ട് VK പറഞ്ഞു, എന്തൊരു ഭംഗിയാണത്. അങ്ങോട്ട് ആ ഒരു പുഴ ഒരു കുന്നിൽ തട്ടി അടുത്ത 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 കുന്നിൽ തട്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ഇമേജ് എത്രയോ കാലം മുമ്പ് ജീവിച്ചൊരു എഴുത്തുകാരൻ എഴുതുന്നു എന്നുള്ളത് വലിയ അത്ഭുതമല്ലേ എന്ന് ചോദിച്ചു. ശരിക്കും അത്ഭുതം. ആ അത്ഭുതം കാണണമെങ്കിൽ ആ ബുക്കൊന്ന് വായിക്കാൻ നല്ലത്. പിന്നെ ഞാൻ 2 കൊല്ലത്തേക്ക് എനിക്ക് ഇവിടെ അല്ലാത്തതുകൊണ്ട് പല നാടുകളിലൊക്കെ ആയതുകൊണ്ട് വായിക്കാൻ പറ്റില്ല. 93 കണ്ണൂരിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നപ്പോൾ എനിക്ക് രാവിലെ അല്ല ഉച്ചയ്ക്ക് ശേഷമാണ് ജോലി. അപ്പൊ രാവിലെയൊക്കെ ഫ്രീയാ. അപ്പൊ ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്ട് ലൈബ്രറിയിൽ ചെന്നിരിക്കും. അപ്പൊ അവിടെ ഈ മഹാഭാരതത്തിന്റെ രണ്ട് വോള്യങ്ങളുള്ളൂ. 6 വോള്യാണ് മഹാഭാരതത്തിനുള്ളത്. ഓരോന്നും 800-900 പേജ് ഉണ്ടാവും. അപ്പൊ 6 9 54 ഒരു 6000 പേജ് വരുന്ന ഒരു ബുക്കാണ്. അപ്പൊ അതിലത്തെ ഒരു വോള്യം ഞാൻ എടുത്തു. എന്നിട്ട് വെറുതെ ഇങ്ങനെ വായിച്ചു നോക്കി. അപ്പൊ അതിലത്തെ ആഖ്യാനത്തിന്, മഹാഭാരതത്തിനും ഇന്ത്യയിലത്തെ പഴയ കലകൾക്കൊക്കെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ വളരെ മന്ദഗതിയിലാണ് അതിൽ കഥ പറയുന്നത്. ഇപ്പൊ കൂടിയാട്ടം ദൃശ്യകല, വളരെ പഴയ ദൃശ്യകലയാണ്. ഏറെക്കുറെ 2000 വർഷത്തിന്റെ പഴക്കമുള്ള ദൃശ്യകല. അതിലൊരു രംഗം കഴിയണമെങ്കിൽ 41 ദിവസം. അശോകവനികാംഗം എന്നുള്ള ഒറ്റ രംഗം കഴിയണമെങ്കിൽ 41 ദിവസം. അതുപോലെ ഈ മഹാഭാരതത്തില് 400 പേജ് കഴിയുമ്പോഴാണ് ആ ശന്തനു ജനിക്കുന്നതും ഭീഷ്മരുടെ ആ കഥ ഇറങ്ങുന്നതും. അപ്പൊ എത്ര സ്ലോ ആയിട്ടാണ് ഈ ഹെയ്സ് ആൻഡ് സ്ലോലി എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. നിങ്ങൾ ബന്ധപ്പെടും, പക്ഷെ വളരെ പതുക്കെ ബന്ധപ്പെടും എന്നുള്ള മട്ടിലുള്ള ഒരു ആഖ്യാനമാണ് അതിൽ കാണുന്നത്. അപ്പൊ കുറെ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും തുടങ്ങിയിട്ടില്ല. ഞാൻ ആ 1ാമത്തെ വോള്യത്തിൽ 600 പേജോ അല്ല 800 പേജോ ഉള്ളതിൽ പകുതി കഴിഞ്ഞിട്ടും കഥയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ അത് അവിടെ വെച്ച് എനിക്ക് ട്രാൻസ്ഫർ ആയി. ഞാൻ അവിടുന്ന് മാറിപ്പോയി ചെയ്തു. ഇതിൽ കോട്ടയത്ത് ചെന്നപ്പോ ഒരു ദിവസം എന്റെ സഹപ്രവർത്തകനായ ഡോക്ടർ KM വേണുഗോപാലിന്റെ വീട്ടിൽ പോയി വൈകുന്നേരം. അപ്പൊ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ അയാളുടെ വീട്ടിൽ ആ ഷെൽഫില് 6 വോള്യം ഇങ്ങനെ നിരന്നിരിക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ വേണുവിനോട് ചോദിച്ചു, വേണു എനിക്ക് ആ 6 പുസ്തകം ഒന്ന് തരുമോ വായിക്കാൻ? സാറ് കൊണ്ടേക്കോ, എപ്പോഴല്ലേ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ വേണുവിന്റെ ഔദാര്യ ബുദ്ധി, സാധാരണ ഇതിൽ ബുക്കൊന്നും അയാൾ ആരും കളം കൊടുക്കാറില്ല. ആ ഔദാര്യ ബുദ്ധി കൊണ്ടാണ് ഈ പുസ്തകം സാധിച്ചത്. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. 2004 അപ്പൊ ചിലപ്പോ ദിവസം 10 പേജോ ദിവസം 20 പേജോ ദിവസം 30 പേജോ ഒക്കെ ഇങ്ങനെ വായിക്കും. അങ്ങനെ 2010 വരെ ആവുമ്പോഴേക്ക് ഈ ബുക്ക് 6000 പേജും നമുക്ക് ഏറെക്കുറെ ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് എന്ന് ഓർമ്മിക്കാവുന്ന മട്ടിൽ നമ്മൾ പരിചയമായി അതിന്റെ ടെക്സ്റ്റ്. അപ്പൊ ശരി, ഞാൻ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ടോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഒരു നോവൽ വായിക്കുന്നത് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ടല്ല, രസിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ അനുഷ്ടുപ്പ് ശ്ലോകമൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പൊ അനുഷ്ടുപ്പാണ് ഇതിലിങ്ങനെ അതിമനോഹരമായിട്ട് ഒഴുകായി. മറ്റേ വരികൾ ഓർമ്മ വരില്ല. പാരാകെ മുടിയുമാർ പോരാടാൻ ഇടവന്നതും എന്നുള്ള മട്ടിൽ കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ
ഭയങ്കര മനോഹരമായ ലളിതമായ ശ്ലോകങ്ങൾ ഉണ്ട്. അതിനോടൊപ്പം തന്നെ വളരെ കഠിനമായ ബുദ്ധിമുട്ട്, അന്വയിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. അപ്പൊ ആ ശ്ലോകങ്ങൾ വരുമ്പോ ഈ ആഖ്യാനൊന്ന് തടയും, നമ്മളൊന്ന് കഷ്ണിക്കും, പക്ഷെ വീണ്ടും പോകും. അങ്ങനെയാണ് ഞാൻ ഈ 6000 പേജ് വായിച്ചു തീർന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഈ ഇതിൽ പറഞ്ഞ പോലെ എൻ്റെ മകളെ കാണാനായിട്ട് അമേരിക്കയിൽ പോയി. അപ്പോ മകളുടെ ഭർത്താവ് നല്ല വായനക്കാരനാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഷെൽഫിൽ നിന്ന് ഒരു ബുക്ക് ഞാൻ കണ്ടെത്തി. ആൾട്ടർനേറ്റ് ഹിസ്റ്ററി ഓഫ് ആൾട്ടർനേറ്റ് ഹിന്ദുസ്, ആൾട്ടർനേറ്റ് ഹിസ്റ്ററി ഓഫ് ഹിന്ദുസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പുസ്തകം. അത് എഴുതിയത് വെൻഡി ഡോണിഗർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ്, സ്ത്രീയാണ്. അവരുടെ ഓറിയന്റലിസ്റ്റ് എന്ന് പറയും. ഇന്ത്യയെ പറ്റി പഠിക്കുന്ന ആളുകളെയാണ് ഓറിയന്റലിസ്റ്റ് എന്ന് പറയുന്നത്. അവരുടെ പഠന രീതി, അവർക്ക് ഇന്ത്യയിൽ എന്താ യഥാർത്ഥത്തിൽ ഉണ്ടായെന്ന് ആലോചിക്കേണ്ട വിഷയമില്ല. ഇന്ത്യൻ ടെക്സ്റ്റുകളാണ് അവർ വെച്ചിട്ട് ഒരു ഇന്ത്യ സങ്കല്പത്തിൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുക. ഇന്ത്യൻ ടെക്സ്റ്റുകളെ അവർക്ക് വേദങ്ങൾ, ഉപനിഷത്ത്, അതുപോലെ പഴയ സംസ്കൃത കൃതികൾ, ഇതൊക്കെ വെച്ചിട്ട് ഒരു സങ്കല്പ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുക. ഇതാണ് പൗരസ്ത്യ ഇന്ത്യ, അല്ലെങ്കിൽ ഇതാണ് പൗരസ്ത്യവാദം, ഓറിയന്റലിസം എന്ന് എഡ്വേർഡ് സെയ്ദൊക്കെ പിന്നീട് പുസ്തകം എഴുതുന്നുണ്ട് ഇത്തരം പഠനങ്ങളെയും ആ പഠനങ്ങൾക്ക് പ്രേരകമായ ശക്തികളെയൊക്കെ പറ്റിയിട്ട്. അപ്പൊ അതുപോലുള്ള ഓറിയന്റലിസ്റ്റ് ആണ് ഇവർ മനുസ്മൃതി ഇംഗ്ലീഷിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അവര് ഈ പുസ്തകത്തില് ഒരു ചാപ്റ്റർ മഹാഭാരതത്തിലെ പറ്റി, അതിൽ ഒരു സെന്റൻസ് ആണ് എന്നെ ഇത് പഠിച്ചേ തീരൂ എന്നുള്ള മട്ടിലേക്ക് ആക്കി. അതിൽ പറയാണ്, ഈ യുദ്ധം കഴിഞ്ഞ് വിജയവും നേടിയിട്ട് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന് ഭയങ്കര വിഷണ്ണനായി. അതാണ്. അപ്പൊ അങ്ങനെ വിഷണ്ണനായി വിജയിച്ച ഒരാള് വിഷണ്ണനായി തീരുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു കാലത്തുണ്ടായ കലിംഗ യുദ്ധത്തിൽ വിജയിച്ച് ആകെ യുദ്ധത്തിനോടൊക്കെ വിരക്തി വന്ന അശോക രാജാവിന്റെ ഒരു പ്രതിച്ഛായ അതിൽ വീട് കിടക്കുന്നുണ്ട് എന്നാണ് വെൻഡി ഡോണിഗറുടെ ഒരു നിഗമനം. അതാ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു വാചകം വായിച്ചപ്പോ എന്താ, നമ്മൾ രാത്രി ഒരു ഇടിമിന്നൽ കൊണ്ട് ഒരു ആകാശം മുഴുവൻ പെട്ടെന്ന് തിളങ്ങുന്നത് പോലെ ഒരൊറ്റ വാക്യം കൊണ്ട് ഒരു ബുക്ക് മുഴുവൻ പ്രകാശമാനമാക്കുന്ന ഒരു വാക്യ വൈദ്യുതി പോലെ എനിക്ക് ആ സെന്റൻസിന്റെ ഉള്ളിലേക്ക് വന്നു. അതിൽ പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോ എനിക്ക് ആ ബുക്ക് വായിച്ചേ മതിയാവൂ. ഇനി പണ്ട് വായിച്ചതുപോലെ അല്ല ഇനി ഞാനത് വായിക്കുക. എനിക്ക് മനസ്സിലായി. കാരണം ഒരു വെളിച്ചത്തിലൂടെ എനിക്ക് ആ കൃതിയെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ പിന്നെ ആ രീതിയിൽ വായിക്കാൻ ഇതാണ്. അപ്പൊ നമ്മൾ അതിൽ ഒരു മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു വെളിച്ചം കൊണ്ടുപോയാലേ ഒരു ബുക്കിൽ നിന്നുള്ളത് കിട്ടും. അല്ലാതെ വായിക്കാം, പക്ഷെ അല്ലാതെ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ലായിരുന്നു. നമ്മളൊരു വെളിച്ചം എന്തായിക്കോട്ടെ, ആ വെളിച്ചം ഉണ്ടെങ്കിൽ ഈ പരിശോധനയോ പഠനമോ, പിന്നെ നമ്മൾ വെറും വായനയല്ല നടത്തുന്നത്. ഇപ്പൊ നോക്കി, ആദ്യത്തെ വായനയും രണ്ടാമത്തെ വായനയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ രണ്ടാമത്തെ വായന തെളിവ് തേടിയിട്ടുള്ള ഒരു വായന. ഈ പുസ്തകത്തിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ എന്ത് നിഗമനങ്ങൾ തെളിയിക്കാനുള്ള തെളിവുകളുണ്ടാവും. ഇത് ഇന്ന വിധത്തിലാണ്, ഇത് അശോക ചക്രവർത്തി അല്ല എന്ന് പറഞ്ഞു വേറൊരാളെ എന്ന് പറഞ്ഞൊരു ഒരു നിഗമനം ഒരാളുണ്ടെങ്കിൽ അതിന് തെളിയിക്കാനുള്ള തെളിവുകളുണ്ടാവും. ഈ ടെക്സ്റ്റിന്റെ ഒരു വിശേഷം എന്താ വെച്ചാൽ, ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തെളിയിക്കാൻ ഉള്ള ഒരു വിഭവങ്ങളൊക്കെ അതിൽ വിതറിയിട്ടുണ്ടാവും. നല്ല ടെക്സ്റ്റിലൊക്കെ അതിന്റെ വല്ലാത്ത കണ്ടുപിടിച്ച് ഞാൻ കണ്ടെത്തിയ ഒരു അത്ഭുത. എന്ത് സംഗതി തെളിയിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ തെളിവുകൾ അതിലുണ്ടാവും, അതിന്റെ ഫുട് പ്രിന്റ്സ് അതിൽ എല്ലാത്തിനും ഉണ്ടാവും. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഈ അശോകൻ എന്തൊക്കെ ചെയ്തു അതൊക്കെ ഈ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ശരിക്കും കാണുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം, അശോകന്റെ ഒരു വലിയ ജീവചരിത്രമുണ്ട് ഈ കഥയിലുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ കലിംഗ യുദ്ധം ജയിച്ചു വന്നു, വളരെ ആയിട്ടാണ് വന്നത്. എന്നിട്ട് അദ്ദേഹം അങ്ങ് ഒരു ശിലാശാസനങ്ങൾ സ്ഥാപിച്ചു. അതിൽ 13ാമത്തെ ശാസനത്തിൽ അദ്ദേഹം പറയാണ്, ഈ അതിന്റെ മൂലയിൽ കൊടുക്കുന്നുണ്ട്, ഞാൻ വായിക്കണ്ട. അപ്പൊ അതിൽ പറയാണ്, ഞാൻ എത്രയോ ലക്ഷം മനുഷ്യരെ കൊന്നു, എത്രയോ ലക്ഷം മനുഷ്യരെ നാട് കടത്തി,
എത്രയോ മനുഷ്യൻ അനാഥനായി. ഗൃഹസ്ഥാശ്രമികളും അതുപോലെ ഈ ബുദ്ധധർമ്മം അനുഷ്ഠിക്കുന്നവരൊക്കെ ആയ ഒരുപാട് ആളുകളെ ഞാൻ നാട് കടത്തുകയും ഒക്കെ ചെയ്തു. അതിന്റെ ദുഃഖം ഈ നാട് ആകെ വ്യാപിച്ചു കിടക്കുന്നു. അങ്ങനെ എല്ലാവരും ദുഃഖിതരായിരിക്കുന്നു എന്നുള്ളത് ഈ പ്രിയദർശി അങ്ങനത്തെ ഈ പ്രിയദർശി മഹാരാജാവിനെയും ദുഃഖിതനാക്കും. അപ്പൊ എന്ന് വെച്ചാൽ അയാൾ തോറ്റിരിക്കുന്നു എന്നാണ് അശോകൻ പറയുന്നത്. ഞാൻ ജയിക്കല ഇത്, തോറ്റിരിക്കുന്നു എന്നാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇത് എന്നേക്കും കാണാവുന്ന വിധത്തിൽ 31 ശിലാശാസനങ്ങളിലായിട്ട് അദ്ദേഹം നാടിന്റെ നാനാഭാഗത്തും കൊത്തിരിച്ചു. ആലോചിച്ചു. ഇപ്പൊ ഇവിടെ ഇലക്ഷനിൽ ജയിച്ചാൽ മാത്രമല്ല, പഞ്ചായത്ത് റോഡ് പണിതാൽ പോലും ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്ന ഒരു ജനതയാണ് ഈ കാലം. പക്ഷെ ഇതല്ല, താൻ തോറ്റിരിക്കുന്നു, ഇത് കുംഭസാരമാണ്, ഇത് എന്റെ പരാജയത്തിന്റെ വിളംബരമാണ്, വിജയത്തിൻ്റെതല്ല എന്ന് പറഞ്ഞൊരു ശിലാശാസനം അദ്ദേഹം കൊടുത്തു. ഇത് ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു ചക്രവർത്തിയോ ഇങ്ങനൊരു വിളംബരോ എന്നേക്കും കാണാവുന്ന മട്ടിൽ എവിടെയും കൊത്തിവെച്ചിട്ടുണ്ടാവില്ല. ഇതാണ് അശോകന്റെ ഒരു മഹിമ. അത് ആ വിഷാദം, അതിൻ്റെ ഘനീഭൂതമായ രൂപം, ഇതാണ് അതിലുള്ളത് എന്ന് കാണുമ്പോൾ നമുക്ക് അത് ആ കൃതിയോടുള്ള ഉണ്ടാകാവുന്ന ആകർഷണം എത്ര ഗംഭീരമായിട്ട് വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ച ഒരു ആകർഷണ ശക്തിയോട് കൂടിയാണ് ഞാൻ ആ ബുക്ക് മുഴുവൻ വായിച്ചത്. അപ്പൊ അതിൽ ഇഷ്ടംപോലെ ബുദ്ധധർമ്മത്തിനെ കുറിച്ചും ഒക്കെയുള്ള വിവരണങ്ങളൊക്കെ ഉണ്ട്. ബുദ്ധധർമ്മത്തിൽ ഈ എന്താ പറയുക, ആസക്തിയാണ് നമുക്ക് ദുഃഖം വരുത്തിയേക്കണമെന്നുണ്ട്. അങ്ങനെ അത് വളരെ ഖണ്ഡനമുണ്ട്. ഇതൊക്കെ കലർന്നിട്ടുള്ള ഒരു ടെക്സ്റ്റായിട്ട് മാറണം മഹാഭാരതം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ബുദ്ധധർമ്മമുണ്ട്, അതിനെതിരായിട്ടുള്ള ബ്രാഹ്മണ ധർമ്മമുണ്ട്. ഇങ്ങനെ ഈ എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ഉദാഹരണത്തിന് ഒരു മഹർഷിയെ പറ്റി പറയുകയാണ് വിചാരിക്കുക. ഉദ്ദാലകൻ എന്ന് പറഞ്ഞ മഹർഷി. ആ മഹർഷി മകനെ വിറക് ശേഖരിക്കാൻ അയച്ചു. പക്ഷെ അവിടെ അയാൾ ചെന്നപ്പോ ആ പുഴത്തട്ടിലാണ് വിറകുള്ളത്. ആ പുഴയില് ഒഴുക്കുകൊണ്ട് ആ വിറകൊക്കെ ഒഴുകിപ്പോയി. ഇയാൾക്ക് വിറക് കിട്ടിയില്ല. അപ്പൊ രാവിലെ ഇയാൾ പോയി വന്നപ്പോഴും വിറകൊന്നും ഇല്ലാതെ വന്നു. ഈ ഉദ്ദാലക മഹർഷി അതിശക്തനായ തപസ്വിയും അത്യന്തം കോപിഷ്ഠനാവുന്ന ആൾ. ഇത് രണ്ടും പൊരുത്തപ്പെടില്ല. ഈ കോപം, കാമം, ഇതിനെയൊക്കെ അടക്കുക എന്നുള്ളതാണ് തപസ്. ഈ തപസ്വിയായ ആളാണ് ഈ മകൻ വന്നപ്പോ അയാളെ ശപിച്ച് ഭസ്മമാണ്. ആലോചിച്ചു, ഒരാൾ എത്രത്തോളം തപസ്വിയായിട്ടുണ്ടോ അത് വിവരിക്കാം. എന്നിട്ട് അയാൾ ഒരിക്കലും, അയാൾ മാത്രമല്ല സാധാരണ മനുഷ്യർ ചെയ്യുമോ? സാധാരണ മനുഷ്യർ ചെയ്യില്ല. അങ്ങനെ സാധാരണ മനുഷ്യർ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുന്ന ഒരാളായിട്ടാണ് മഹർഷി ചിത്രീകരിക്കുന്നത്. അപ്പൊ ഒരു പ്രവൃത്തി അതിനെതിരായിട്ടുള്ള സ്വഭാവം, ഒരു വിശേഷണത്തിന് അനുകൂലമോ അനുരൂപമോ ആയിരിക്കും അയാളുടെ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ മഹർഷിമാരെ പറ്റി പറയാ, അവര് സംയത വ്രതൻ, സംശിത വ്രതൻ, അതായത് ഭയങ്കര വ്രതം കൊണ്ട് ഇന്ദ്രിയ ദാഹങ്ങളെ ഒക്കെ ദഹിച്ച് മറികടന്ന ആള് എന്ന് അവരെ വിശേഷിപ്പിക്കും. പക്ഷെ അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു വശത്ത്, അതിനോടൊപ്പം തന്നെ അവരുടെ പ്രവൃത്തികളും മറുവശത്ത് ഈ ജാതി പ്രവർത്തി. ഇപ്പൊ വ്യാസൻ ഇങ്ങനെ ഒരു സൃഷ്ടിയുടെ അങ്ങനത്തെ ആളുടെ മകനാണ്. പരാശര മഹർഷിയുടെ പുത്രനാണ് ഈ പുസ്തകം എഴുതിയ വ്യാസൻ. അപ്പൊ പരാശര മഹർഷി അച്ഛന്റെ കഥ വ്യാസനും എഴുതുന്നുണ്ട്. അപ്പൊ അച്ഛൻ പുഴയെടുക്കേ, അദ്ദേഹം അത്യുഗ്രമായിട്ടുള്ള തപസ് ചെയ്ത ആളാണ്. അയാൾ പുഴ കിടക്കുമ്പോൾ ഒരു മുക്കുവ സ്ത്രീയാണ്, സത്യവതി എന്നാണ് ആ മുക്കുവ സ്ത്രീയുടെ പേര്. അപ്പൊ അവൾ വലിയ സുന്ദരിയാണ്. ഈ ഇദ്ദേഹത്തിന് ഈ സമീപത്തിരുന്ന് തോണി തുഴയുന്ന ആ മുക്കുവ സ്ത്രീയുടെ സാമീപ്യം, അസാമാന്യമായ കാമം അദ്ദേഹത്തിന് ഉദ്ദീപിപ്പിച്ചു. അതാണ് ഇതൊക്കെ ഈ മഹാഭാരതത്തിലെ പാഠം. ഇതാണ് തനിക്ക് ഒരിക്കലും സംയമനം ചെയ്യാനാവാത്ത മട്ടിൽ കാമം അയാൾ ഉണർന്നു. അപ്പൊ അയാൾ പറഞ്ഞു, സത്യവതി, എനിക്ക് നീയുമായിട്ട് ഇപ്പൊ വേഴ്ച നടക്കും. അപ്പൊ അതിൽ പറഞ്ഞു, ഈ പുഴയിൽ കിടക്കട്ടെ, അവിടെ എത്തിയിട്ടാവല്ലോ. അത് മഹർഷിക്ക് സമ്മതമായില്ല. എനിക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ വേഴ്ച നടത്തണം, ആരും കാണില്ല. മൂടൽ മഞ്ഞുകൊണ്ടൊരു സ്ക്രീൻ ഉണ്ടാക്കി അവന് വേഴ്ച നടത്തി. അപ്പൊ തന്നെ കുട്ടി ജനിച്ചു. ആ കുട്ടിയെ
മറ്റേ ഒരു ദ്വീപ്, ഈ വലിയ പുഴയിലൊക്കെ ദ്വീപുകളൊക്കെ ഉണ്ടാവും, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ എന്ന് ചിന്താവിഷയ സ്ഥിതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ മണത്തിട്ടകൾ അവിടെ ഉപേക്ഷിച്ചു. അപ്പൊ കൃഷ്ണൻ എന്നാണ് കറുത്തവൻ, ദ്വൈവായനൻ എന്ന് പറഞ്ഞ ദ്വീപിൽ ജനിച്ച. അപ്പൊ കൃഷ്ണൻ ദ്വൈവായനാണ് ഇയാൾ, ഈ വ്യാസമഹർഷിയുടെ വേറൊരു പേരാണ്. അപ്പൊ അയാൾ എങ്ങനെയാ ജനിച്ചത്, ഞാൻ എങ്ങനെയാണ് ജനിച്ചത് എന്നാണ് വ്യാസൻ പറഞ്ഞത്. ഇത് കഥാകൃത്തായ വ്യാസൻ പറയാ, ഞാൻ എങ്ങനെയാ ജനിച്ചത്, ഞാൻ എൻ്റെ അച്ഛൻ തപസ്വിയായ മഹാതപസ്വിയായ ഇന്ദ്രിയങ്ങളുടെയും അതിന്റെ ദാഹങ്ങളെയും ഒക്കെ ജയിച്ച് സംയമിച്ച അയാളുടെ ഒരു സാധാരണ മനുഷ്യ പോലും തോന്നാത്ത മറ്റുള്ള ഉദ്ദീപകമായ കാമത്തിന്റെ സൃഷ്ടിയാണ്. ഇങ്ങനെ അതിനുടനീളം ഏത് മഹർഷി എടുത്താലും, ഇപ്പൊ ദുർവാസാവ് അയാള് മറ്റേ വലിയ തപസ്വിയാണ്. അദ്ദേഹത്തിന് ഏറ്റവും മനുഷ്യനെ ജയിക്കാൻ പറ്റാത്ത സാധനമാണ് വിശപ്പ്. അയാള് ഒരു അതിഥിയായി ചെന്നു കഴിഞ്ഞാൽ ആ ആതിഥേയനെ പരമാവധി ക്ലേശിപ്പിക്കും. 12 മണിക്ക്, രാത്രി 12 മണിക്ക് ചെല്ലും, എനിക്കിപ്പൊ വിഭവസമൃദ്ധമായ ചോറ് വേണമെന്ന് പറയും. ആ ചോറ് ഉണ്ടാക്കി കറികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ കഴിക്കണില്ല എന്ന് പറയും, ഇല്ലെങ്കിൽ എനിക്കത് വേണ്ട എന്ന് പറയും. എന്നിട്ട് അവരെ ശപിക്കും. ഇങ്ങനെ വളരെ വിചിത്രമായ സ്വഭാവങ്ങളോടുകൂടി ഒരാളായി മാറിയത്. അപ്പൊ സാധാരണ മനുഷ്യനൊന്നും ചെയ്യില്ല. പക്ഷെ ഈ ഉഗ്ര തപസ്വികളും സംശിത വ്രതരുമായ ഈ മഹർഷിമാരുള്ള വിശേഷണം ഒരു ഭാഗം, അവരുടെ ചെയ്തികളോ ഇതുമായിട്ട് ഒരു പൊരുത്തമില്ലാത്ത ചെയ്തികൾ. അപ്പൊ ഇതാണ് ഈ ഞാൻ വായിച്ചപ്പോ എന്നെ ആകർഷിച്ച രണ്ടാമത്തെ ഘടകം. എന്താ ഇങ്ങനെ അത്ഭുതമാണുള്ളത്, ഒരു പറയുമ്പോൾ അവരൊക്കെ വിശുദ്ധരായിട്ടും പറയും, പക്ഷെ അവരുടെ പ്രവൃത്തികളൊക്കെ അവിശുദ്ധമായിട്ടും പറയും. മാത്രമല്ല, ഈ കഥ മുന്നോട്ട് പോകുന്നെങ്കിൽ, കഥ എന്നൊരു സാധനമുള്ളത്, ആ കഥയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ മഹർഷിമാർ ഇത്തരം ആളുകളായതുകൊണ്ടാണ് കഥ മുന്നോട്ട് പോയത്. അതാണ് എന്റെ തമാശ. ഇവര് ഇങ്ങനെ നല്ല വളരെ യോഗ്യന്മാരായിട്ട് സാധാരണക്കാരായിട്ട് തോന്നി കഴിയുമ്പോൾ ഒരു സംഗതി ഉണ്ടായില്ല, ഗ്രാമം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉള്ള മനുഷ്യരായിരുന്നുവെങ്കിൽ ഈ കഥ മഹാഭാരതം എന്ന് പറഞ്ഞ പുസ്തകം ഉണ്ടാവില്ല. അതിൽ ഓരോ ഘട്ടം എടുത്തു നോക്കിയാലും ഈ മഹർഷിമാരുടെ ഈ തരത്തിലുള്ള ഒരു ശാപശക്തി, കോപശക്തി, കാമശക്തി, ഈ ശക്തികളാണ് അതിന്റെ ഫ്യൂവൽ. അതിന്റെ ടാങ്കിൽ നിറയ്ക്കുന്ന പെട്രോളോ ഡീസലോ അതാണ്. ആ ഫ്യൂവൽ നിറച്ചിട്ടെങ്കിൽ ഈ കഥ മുന്നോട്ട് പോവില്ല. അപ്പൊ ഇതില് ഇങ്ങനെ ചാലകമായിട്ട് ചലിപ്പിക്കുന്നതായുള്ള ശക്തി എന്താ, ഇങ്ങനെ മഹർഷിമാർക്ക് ഉണ്ടാവരുത് എന്ന് നമ്മളൊക്കെ സങ്കല്പിക്കുന്ന താമസ ഗുണങ്ങളെ കൊണ്ടാണ് കഥ നടക്കുന്നത്. ഇതാണ് ഈ കഥയും കലിയും. കലി എന്ന് പറയുന്നത് നമ്മുടെ താമസ ശക്തിയാണ്. ഈ കഥ സഞ്ചലിപ്പിക്കുന്നത് പലപ്പോഴും കാമം പോലുള്ള കലിയുടേതായിട്ടുള്ള കറുപ്പിൻ്റെതായിട്ടുള്ള ശക്തികളല്ലേ എന്നൊരു സംശയം എനിക്ക് വന്നു വല്ലാതെ. അപ്പൊ അതൊരു വലിയ കാര്യമല്ലേ ഇത്. മഹാകഥയായിട്ടുള്ള ഈ മനുഷ്യകഥയായിട്ടുള്ള ഈ മറ്റേ മഹാഭാരതത്തിൽ ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെയുള്ള താമസ ശക്തികളും താമസമായ വികാരങ്ങളും താമസമായ മനുഷ്യരൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരുടെ മഹർഷിമാരെ വളരെ യോഗ്യന്മാരില്ലേ, പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള താമസ വികാരങ്ങളാണ് ഈ കഥയെ മുന്നോട്ട് പോകുന്നത്. അതല്ലെങ്കിൽ ഒരു മഹാചരിത സംഗ്രഹം എന്ന് പറഞ്ഞിട്ട് ആ രാജാവ് ഉണ്ടായിരുന്നു, അവർക്ക് 100 മക്കളുണ്ടായി. അങ്ങനെ കഥ വളരെ മംഗളകാവ്യമായിട്ടും രാജപ്രശസ്തി കാവ്യമായിട്ടും അവസാനിക്കേണ്ട ഒരു കൃതി ഇങ്ങനെ സർവ്വ അത്യാപത്തുകളും അവസാനമില്ലാത്ത എന്താ പറയുക ചൊരിച്ചിലുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ കഥയായിട്ട് മാറുന്നതിന്റെ കാരണം ഇവരുടെ അകത്തുള്ള ഈ താമസം. അപ്പൊ നോക്കൂ, ഒരു മനുഷ്യരിൽ അല്ലെങ്കിൽ ഒരു സംഘം മനുഷ്യരിൽ ഉള്ള ഈ കലിയുടേതായ അംശം, കാമത്തിൻ്റെതായ അംശം, പകയുടേതായ അംശം, ഇങ്ങനെയുള്ള അംശങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഈ മഹാഭാരതം കഥ ഉണ്ടാവും. മിക്കവാറും എല്ലാ കഥകളും നിങ്ങൾ നോക്കിയാലും ശരി, ഇങ്ങനെ മോട്ടീവ് ഫോഴ്സ് ആയിട്ട് അതിൽ അടിക്കുന്ന ഒരു ഫ്യൂവലായിട്ട്, അതിൽ പെട്രോളായിട്ട് ഡീസലായിട്ട് ആയിക്കോട്ടെ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, 3 EV വെഹിക്കിൾ ആയാലും ശരി, അതുപോലെ പെട്രോൾ വെഹിക്കിൾ ആയാലും ഡീസൽ വെഹിക്കിൾ ആയാലും ശരി, ആ ചലിപ്പിക്കുന്ന ഇന്ധനം ഒരു താമസ ശക്തിയായിരിക്കാൻ എല്ലാ സാധ്യതയുണ്ട് എന്നാണ് എന്നെ മഹാഭാരതം പഠിപ്പിച്ച രണ്ടാമത്തെ പാഠം. അത് പാടല്ലേ.
എന്താ നിങ്ങൾ തോന്നുന്നത്? ഒരു മഹാകൃതി വായിച്ചിട്ട് ഇത് ഈ അപ്പൊ ഇങ്ങനെ നല്ല നമ്മൾക്ക് സൽസ്വഭാവം പഠിക്കാനല്ല സാഹിത്യം വായിക്കണം, ആരും വിചാരിക്കണ്ട. മനുഷ്യന്റെ കഥയാണ് ഇത് പറയുന്നത്. അത് മനുഷ്യനെയൊക്കെ നന്നാക്കി കാണിക്കാൻ വേണ്ടിയിട്ടോ ചീത്തയാക്കി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ടും അങ്ങനെ കലർന്ന് കിടക്കുന്നു എന്നുള്ളതാണ് മഹാഭാരതത്തിന്റെ വലിയ ഔന്നത്യം. ഇതിൽ നിങ്ങളെ ഒരു കാന്തം എടുക്കും, ആ കാന്തത്തിനെ മുറിച്ചു. അപ്പൊ ആ മുറിച്ച കഷ്ണത്തിനുണ്ട് തെക്കുണ്ട് വടക്കുണ്ട്, ധ്രുവങ്ങളുണ്ട്. അതിനെ വീണ്ടും മുറിച്ചു. അപ്പൊ ആ കഷ്ണത്തിനുണ്ട് തെക്കുണ്ട് വടക്കുണ്ട്. അതിനെ വീണ്ടും മുറിച്ചോളൂ. അതിനുണ്ട് തെക്കുണ്ട് വടക്കുണ്ട്, വീണ്ടും മുറിച്ചോളൂ. എത്ര മുറിച്ച് എത്ര ചെറിയ ശക്തി കഷ്ണമാക്കിയാലും അതിൽ രണ്ടിലും തെക്കുണ്ട് വടക്കുണ്ട്. ഒരു ധ്രുവം മാത്രമായിട്ട് കാന്തല്ല. അപ്പൊ ഒരു ധ്രുവം മാത്രമായിട്ട് കാന്തമില്ലാത്തതുപോലെ ഒരു ഗുണം മാത്രമായിട്ട്, ഒരു നന്മയുടേത് മാത്രമായിട്ട് മനുഷ്യ സാധനമില്ല. അത് ഈ പുസ്തകം എന്നെ പഠിപ്പിച്ച ഒരു വലിയ പാഠമാണ്. ഒരു ഗുണം മാത്രമേ, നന്മയുടെ മരം, അല്ലെങ്കിൽ നന്മ മരം, അല്ലെങ്കിൽ വിവേകത്തിന്റെ ആള്. അപ്പൊ വിവേകത്തിന്റെ ജ്ഞാനത്തിന്റെ ഒക്കെ ബിംബമായിട്ടാണ് മഹർഷിമാരെ പറ്റി പറഞ്ഞത്. എല്ലാ മഹർഷിമാരും ശരിക്കും പറഞ്ഞ വാഴയ്ക്ക് കൊള്ളാത്തവരാണ്. പക്ഷെ എല്ലാ മഹർഷിമാരും ശരിക്കും വാഴയ്ക്ക് കൊള്ളുന്നവരുമാണ്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. അത് ആരെയും പറ്റിയല്ല പറഞ്ഞത്, മഹർഷിമാരെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ ചാപ്റ്ററാണ് ഞാൻ ആദ്യം കണ്ടെത്തിയത്, ആദ്യം ആ ലേഖനമാക്കിയത് മഹർഷിമാർ. അപ്പൊ ഞാൻ എൻ്റെ സുഗതകുമാരി ടീച്ചറുടെ അനിയത്തി സുജാത ദേവി എന്നൊരു കവി ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അപ്പൊ അവരെൻ്റെ ഒരു സുഹൃത്താണ്. അപ്പൊ ഞാൻ അവര് ഇത് കാണിച്ചു കൊടുക്കും. അപ്പൊ ഇപ്പൊ അവര് അദ്വൈതവാദി ഒക്കെയാണ്, പണ്ട് പരിസ്ഥിതി പ്രവർത്തകയൊക്കെ. അപ്പൊ ടീച്ചർക്ക് അത്ര ബോധിച്ചില്ല. അപ്പൊ ടീച്ചർ ഇത് ഇങ്ങനെയൊന്നും പറ്റില്ല, കേസ് ഒന്ന് മാറ്റി വെച്ചു. അപ്പൊ ഞാൻ മാറ്റി വെച്ചു. അത് അതിലൊരു ദൈവനിന്ദ ഉണ്ടെന്ന് അവർക്ക് തോന്നിയില്ലെങ്കിൽ ഈ ആത്മതത്വത്തിന്റെ നിന്ദയെന്നൊക്കെ അവർക്ക് വിചാരിച്ചു. എന്തായാലും അവർ അംഗീകരിച്ചില്ല. പിന്നെ അവർ മരിച്ചുപോയി. ഞാൻ റിവൈസ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും ഇത് പിടിക്കില്ല ഇപ്പൊ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് സത്യമാണ്. ടെക്സ്റ്റ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയില്ല. ഇതിലൊക്കെ ടെക്സ്റ്റ് എന്നുള്ള തെളിവും ടെക്സ്റ്റ് എന്നുള്ള പ്രമാണങ്ങളും കാണിച്ചിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ മറ്റേ വലിയ ആക്രമണങ്ങൾ നേരിടാം. ഇത് എന്ത് പറഞ്ഞാലും പ്രമാണം. ഇത് ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഗണിക്കാം. ഇത്രാമത്തെ പേരിത്ത ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പിന്നെ ആ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതായി ഈ കുറ്റാന്വേഷണത്തിന്റെ ഒരു ജോലി. ഇതിനൊക്കെ തെളിവുകളുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കും, കൃത്യം ഒരു മട്ടം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വേണ്ടി ചേർക്കല്ലേ? അല്ല, ഒരു അന്വേഷണത്തിന് ഇങ്ങനെ പറ്റുള്ളൂ. നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടൊരു ഒരു പ്രമേയം വേണം. അതിനെ സാധിക്കാനോ എതിരായിട്ടോ ഉള്ള കാര്യങ്ങൾ പിന്നെ ആളുകൾ പറഞ്ഞോട്ടെ. ഇതിനെതിരായിട്ട് ഒരാൾക്ക് പറയാം, ഇങ്ങനെയൊന്നും അല്ല എന്ന് വേറൊരാൾക്ക് എഴുതാൻ തീർച്ചയായിട്ടും. അങ്ങനെയാണ് ഒരു ഡയലക്റ്റിക്കൽ എന്ന് പറയില്ലേ, ഡയലോഗുകളിലൂടെ എതിർപ്പും അല്ല ഒരു കാര്യം, അതിനൊരു എതിർപ്പ്, അതിനും കൂടി മൂന്നാമത്തെ കാര്യം ഉണ്ടാവും, അതിൽ തന്നെ അത് എതിർപ്പ് വരുന്നു. ഇങ്ങനെയാണ് അതിന്റെ കഥ. ഇനി ആ കഥയ്ക്ക് തന്നെ ഒരു ഡയലക്റ്റിക്കൽ സ്വഭാവം ഉണ്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇപ്പൊ ഇതിൽ പാണ്ഡവൻ, അപ്പൊ ഇത് മറ്റേ ഒരു കോടതി ഇല്ലായിരുന്നു എന്ന് വിചാരിക്കാം, ഒരു സുപ്രീം കോടതി. ആ സുപ്രീം കോടതി ഉണ്ടെങ്കിൽ ഇത് പാണ്ഡവന്മാർക്കാണോ അതോ കൗരവന്മാർക്കാണോ യഥാർത്ഥ രാജ്യാവകാശം എന്ന് തെളിയിക്കാൻ പറ്റില്ല. കാരശ്ശേരി പറഞ്ഞപ്പോ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞ മുനമ്പം കേസ് പോലെയാണ്. മുനമ്പം കേസിലെ യഥാർത്ഥ അവകാശിയെ കണ്ടെത്താൻ പറ്റില്ല. കാരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഈ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അതുപോലെയാണ് ഈ ഇന്നത്തെ രാജ്യാവകാശ തർക്കം. ഇത് ആദ്യം ശരി എന്താണ് ആ തർക്കം നമുക്ക് നോക്കി നോക്കാം. അത് ധൃതരാഷ്ട്രം, ശരി, അവിടെ വരെ കറക്റ്റ്. ധൃതരാഷ്ട്രന് 100 മക്കളുണ്ടായി, ശരി, അതും കുഴപ്പമില്ല. പാണ്ഡുവിന്റെ മക്കളാണെന്ന് പറയില്ല, പാണ്ഡവന്മാരെന്നാ പറയുമെങ്കിലും അവരുടെയൊക്കെ അച്ഛന്മാര് വേറെ ആളുകളാണ്. അപ്പൊ എങ്ങനെ അയാളുടെ മക്കളാണ് പാണ്ഡവന്മാരെന്ന് പറയാ? അപ്പൊ അവർക്ക് എങ്ങനെ രാജ്യാവകാശം കിട്ടും? അപ്പൊ മാത്രമല്ല പാണ്ഡു മരിക്കും പോയി. അപ്പൊ ദുര്യോധനല്ലേ? അപ്പൊ ദുര്യോധന അല്ല എന്ന് ഇതിലൊക്കെ പറയുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും ഓരോ സംഗതി പറയുമ്പോഴും അതിനെ പ്രശ്നാസ്പദമാക്കിക്കൊണ്ട് എതിർ പ്രസ്താവനകളുണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാം ആ സന്ദിഗ്ധമായ ഒരു അവസ്ഥയിൽ വെച്ചിട്ടാണ് ഇത് രാജ്യാവകാശം എന്നുള്ള നിയമപ്രശ്നം തന്നെ സന്ദേഹഭരിതമായിരിക്കുമ്പോഴാണ് അത് കൂടാതെ അതിന്റെ മീതെ
ആര് ചെയ്തതാ ധർമ്മം, ആര് ചെയ്തതാണ് അധർമ്മം എന്നുള്ള അടുത്ത സ്റ്റെപ്പ് വരണം. ഈ സൗധത്തിന്റെ അടുത്ത തട്ട് പണിയുന്നത് വേറൊരു സംശയത്തിന്റെ ഇഷ്ടികയുണ്ടാണ്, അതും സർവത്ര സംശയം. ഇങ്ങനെ സംശയത്തിന്റെ ഒരുപാട് സംഗതികൾ കൊണ്ട് ഒരു തീർച്ച ഉണ്ടാക്കാൻ പറ്റില്ല. സംശയത്തിന്റെ ഇഷ്ടിക കൊണ്ട് പണിഞ്ഞു കഴിഞ്ഞാൽ അതൊരു തീർച്ചയുടെ പുസ്തകമാവില്ല. പക്ഷെ തീർച്ചയുടെ പുസ്തകമായിട്ടാണ് പലരും കാണുന്നത്, ഞാൻ കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ സന്ദേഹത്തിന്റെ ഒരു പുസ്തകം, ഏത് സന്ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മൂല്യം, അത് എന്തിലാണ് നങ്കൂരമിടുന്നത്, ഏതിനാണ് അത് ഉറപ്പായിട്ട് ആധാരമായിട്ട് വെക്കുന്നത്, ഇതൊന്നും വ്യക്തമല്ല. കാരണം ഇങ്ങനെയുള്ള അവ്യക്തതകളാണ് യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ ഒരു ആധാരം എന്നുള്ള ആർക്കും സന്തോഷം തരാത്ത ഒരു പ്രമേയമാണ് മഹാഭാരതം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയില് മഹാഭാരതം ഒട്ടും നന്നായിട്ടല്ല സ്വീകരിക്കപ്പെട്ടത് എന്നാണ് പമീലാസ് പ്ലാഹ് എന്ന് പറയുന്ന ഒരു ജർമ്മൻകാരി ഇന്ത്യയിലെ മഹാഭാരത പഠനങ്ങളെ പറ്റിയിട്ട് പുസ്തകം എഴുതി. അത് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര കാലത്ത് മഹാഭാരത പഠനങ്ങൾക്കും ആണ് അത് വരുന്നത്. അങ്ങനെ അവർ എഴുതിയ പുസ്തകത്തിൽ ഉദ്ധരിച്ചു ചേർത്ത ഒരു വാക്യമാണ്, ഇത് നന്നായിട്ടൊന്നല്ല സ്വീകരിക്കപ്പെട്ടുള്ള ഇന്ത്യയിൽ. അത് വളരെ വിഷമത്തോടുകൂടി വേണ്ടാന്നുള്ള നിരാശത്തോടു കൂടിയൊക്കെ ആയിരുന്നു. ഒരു ഉദാഹരണം അവർ പറയുന്നത്, 1913 ഒരു ഡൽഹിയിലെ സംഗം തിയേറ്ററിൽ ഈ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു നാടകാവതരണം നടന്നു. അത് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം എന്താ ചെയ്യണത്, അതുകൊണ്ടുണ്ടാക്കിയ ദോഷഫലങ്ങളെ മുഴുവൻ കളയാനായിട്ട് വലിയൊരു ഹോമം നടത്തി. നമ്മൾ ഏറ്റവും വിശുദ്ധമായ ഗ്രന്ഥമാണ് എന്ന് നമ്മൾ വെച്ചിട്ടുള്ള ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മേത്താബ് എന്ന് പറഞ്ഞ ഹിന്ദി നാടകത്തെ എഴുതിയ നാടകം അവതരിപ്പിച്ചപ്പോൾ പിറ്റേ ദിവസം ആര്യ സമാജക്കാർ അവിടെ ഹോമം നടത്തി, ഇത് വിശുദ്ധമാവട്ടെ, ചാണകം തെളിച്ചിട്ട് മറ്റേ ഓഫീസൊക്കെ ശുദ്ധാക്കണ പോലെ. അത് ആലോചിച്ചു. അങ്ങനെ ആ നാടകാവതരണ സ്ഥലം അതുണ്ടാക്കാവുന്ന പാപങ്ങളിൽ നിന്നൊക്കെ മുക്താവാനും ജനമനസ്സുകൾക്ക് വളരെ ഇതുണ്ടാവാനായിട്ട് നന്മയും ക്ഷേമം ഉണ്ടാക്കാനുമായിട്ട് ഇത് ഈ മഹാഭാരതം വായിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടിയാണ് ഈ മഹാഭാരതം ഒരുപാട് കാലം ഇന്ത്യയിൽ വായിക്കപ്പെട്ടത്. കാരണം ഇത് അമംഗളത്തിന്റെ കൃതിയാണ്. മിക്കവാറും സാഹിത്യ കൃതികളൊക്കെ അമംഗളത്തിന്റെ കൃതിയാണ്. അത് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം വളരെ കുറച്ചേ ആവുള്ളൂ. പിന്നെ അതിനെ ന്യായീകരിക്കാനായിട്ടാണ് ഇത് കഥാർസിസ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് എന്നൊക്കെ പറയണത്. എനിക്കതൊന്നും വിശ്വാസമായില്ല. മഹാഭാരതം വായിച്ചത് ആൾക്ക് കഥാർസിസ് എഫക്റ്റ് ഉണ്ട് എന്ന് സിദ്ധാന്തം പറയാമെന്നുള്ളതല്ല, അത് അനുഭവത്തിൽ അതില്ല. നമുക്ക് വലിയ ദുഃഖവും നല്ല ഒരു വൈരാഗ്യവും ഇതൊക്കെ എന്നുള്ള എന്താ പറയണ്ടത്, ഒരു നിർവേദവും അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെ വ്യർത്ഥത, ഒരു വശത്ത് ഈ 11 അക്ഷൗഹിണികൾ കണക്കില്ലാത്ത സംഖ്യ മാത്രം വിചാരിച്ചാൽ, മറ്റു വശത്ത് 7 അക്ഷൗഹിണികളും പടപൊരുതി നിന്നിട്ട് അത് ഒരു വശത്ത് 5 ആളും മറുവശത്ത് 3 ആളും അവശേഷിക്കുന്ന ഒരു യുദ്ധം. ഇത് വായിച്ചു കഴിഞ്ഞാൽ മനംമടുപ്പാണോ മംഗളാണോ ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ചാൽ ഒരു മംഗളവും അതൊന്നും ഉണ്ടാവില്ല. ചോര ഇത് മാത്രമേ ഇതിന്റെ നിറം. അത്രയധികം ചോരയാണ് ഒഴുകിയിട്ടുള്ളത്. അപ്പൊ അതിനെ അങ്ങനെ പെരുപ്പിച്ച് ആ യുദ്ധത്തിന്റെ ഭീകരതയെ, ഹിംസയുടെ ഭീകരതയെ അത്രമാത്രം പെരുപ്പിക്കാം. എന്തിനു വേണ്ടിയിട്ട്? അതിന്റെ നിഷ്ഫലത 5, 3, 8 ഇതാണ് എന്റെ ഫലം എന്ന് കാണിക്കാൻ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ എങ്ങനെ വലുതാക്കി കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെയുള്ളൊരു കഥയിലത്തെ രസം, അല്ലെങ്കിൽ അത് ഉന്നയിക്കുന്ന മൂല്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ശൂന്യതാവസ്ഥ ആണ് എന്നാ പറയാം. ഈ ശൂന്യത എന്ന് പറയുന്നത് ഒന്നുമില്ല എന്നുള്ള അവസ്ഥയെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യമാണ് ഒരു കലാകാരന്റെ ഏറ്റവും വലിയ ധൈര്യം. വളരെ നല്ല കാര്യമാണ്, ജീവിതമൊക്കെ വളരെ സുന്ദരമാണ് എന്നുള്ള സത്യത്തിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് മാനസിക സിദ്ധികളൊന്നും വേണം. പക്ഷെ ഒരു ശൂന്യത, ഒന്നുമില്ലല്ലോ
ഒന്ന് ഒരു അവലംബിക്കാനോ ചവിട്ടി നിൽക്കാനോ ഒരു മൂല്യത്തിന്റെ ഒരു മണ്ണില്ലല്ലോ. അതിന്റെ ഒരു വേദനയും അതിന്റെ ഒരു വല്ലാത്ത ഒരു അവലംബമില്ലായ്മയുടെ ബോധ്യവും അതാണ് മനുഷ്യ ജീവിതത്തിലെ വല്ലാത്ത ഒരു ദുരന്തമായിട്ടുള്ള അത് പറയാനാണ് പല സാഹിത്യ കൃതികളും. ഇപ്പൊ ഡോസ്റ്റോവ്സ്കിയുടെ കൃതികൾ എനിക്ക് അത് ദൈവത്തിന്റെ ആണെന്നൊക്കെ പലരും പറഞ്ഞു. എനിക്കും അതിന്റെ ശൂന്യതയാണ്. ഇപ്പൊ ആൽബർട്ട് കാമുവിന്റെ നോവൽ വായിച്ചു കഴിഞ്ഞാൽ ശൂന്യതയാണ്. ഈ ഗ്രീക്ക് നാടകവും അതാണ്. അപ്പൊ അങ്ങനെ പക്ഷെ ഇന്ത്യയിൽ ഈ ശൂന്യത എന്നുള്ള സംഗതി ഒട്ടും സഹിക്കില്ല. അത് മംഗളമാവും. മംഗളമായിട്ടേ അത് അവതരിപ്പിക്കുള്ളൂ. ഇന്ത്യയിലെ വളരെ ശക്തമായിട്ടുള്ള ഒരു സാഹിത്യ സങ്കേതം തന്നെ അത് മംഗളമായിട്ട് തീരണം. ഈ മഹാഭാരതം അവസാനം വരും ഇത് വളരെ മംഗളം. ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ മറ്റേ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികളുണ്ടാവും. അങ്ങനെ എല്ലാ സർവ്വ സൗഖ്യങ്ങളും ഈ മനുഷ്യനെ ഇങ്ങനെ കൂട്ടായിട്ട് കൊന്നുകൊടുക്കുന്ന ഈ കഥ വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ്. ശരി, അങ്ങനെയാണ് കേരളത്തിലും ഈ രണ്ട് അഭിപ്രായത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യത്തെ ക്ഷേത്രം തിരുവല്ല ക്ഷേത്രം. അവിടെ ആ ക്ഷേത്രം 8-ാം നൂറ്റാണ്ടിലാണ്. അവിടെ ശമ്പളം കൊടുത്തിട്ട് ആളിനെ നിർത്തിയായിരുന്നു മഹാഭാരതം വായിച്ച് അർത്ഥം പറയാൻ. ശമ്പളം കൊടുത്ത് വിരുത്തി എന്നാ പറയാം. ആ ശമ്പളം കൊടുത്തിട്ട് ആളുകളെ നിർത്തിയായിരുന്നു. അതേ സമയം തന്നെ MGS നാരായണൻ പറയുന്നത് ഞങ്ങളുടെ ഒന്നും വീട്ടിൽ ഒരിക്കലും മഹാഭാരതം വായിക്കാൻ പാടില്ല എന്നാണ് വിലക്കുണ്ടായിരുന്നത്. P. ഗോവിന്ദപിള്ള പറഞ്ഞത് എന്റെ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ മഹാഭാരതം അതിൽ ഒരിക്കലും കണ്ടിരുന്നില്ല. കാരണം ഛിദ്രമാണ്. ഈ പ്രത്യേകിച്ച് MGSന്റെ ഒക്കെ കുട്ടിക്കാലം ഈ നായർ തറവാടുകളും ഒക്കെ ഭാഗിച്ചു പോകുന്നതിന്റെ കാലഘട്ടം കൂടിയാണ്. അപ്പൊ ഈ തറവാട് എന്ന് പറയുമ്പോൾ കലഹ, കാരണം ഭാഗം വെക്കണതിന്റെ കശപിശട്. അപ്പൊ അവകാശികൾ എന്നൊരു നോവലുണ്ട്. ആ അവകാശികൾ നോവൽ ഈ മഹാഭാരതത്തിന്റെ ചുവട് പിടിച്ചിട്ടുള്ള ഒരു കുടുംബ അവകാശ തർക്കമാണ്. അവകാശികളാണല്ലോ ഈ അവകാശികൾ ആരെന്നുള്ളതാണല്ലോ മഹാഭാരതത്തിന്റെയും ഒരു ചോദ്യം. അപ്പൊ അങ്ങനെ വിലാസിനിയും പറയുന്നുണ്ട്, എന്താ കഥയിലും പറയുന്നുണ്ട്, ഈ ഇങ്ങനത്തെ തർക്കങ്ങൾ അതൊന്നും പ്രസന്നമല്ല. ഈ അപ്രസന്നത എന്നുള്ളത് സാഹിത്യത്തിന്റെ ഒരു ചിരന്തന പ്രമേയം. അത് ഇന്നുണ്ടായതല്ല, എന്നും അതിലുണ്ട്. ഇപ്പൊ പാവങ്ങള് വളരെ ഗംഭീര കൃതിയാണ്. അതില് പ്രസന്നമാകും മൂല്യങ്ങളൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ മൂല്യങ്ങൾ ഇല്ല എന്നല്ല പറഞ്ഞു. മൂല്യങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും സ്ഥാപനകളും ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ഒരു ഇല്ലായ്മ അതിനോടൊപ്പം പ്രവഹിക്കുന്നതായിട്ട് പാതയുണ്ടോ അതിന് ചാരും ഓട, അത് ഈ പാതയുടെ ഒപ്പമുള്ളതാണ്. ഇത് പാരലായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാതയിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, ഓട കാണില്ല എന്ന് പറയാം. അങ്ങനെ വളരെ സന്തോഷം, നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടും കാണേണ്ടി വരുന്ന ആളുകളുടെ ഒരു വല്ലാത്ത നിരാലംബതയിൽ അതാണ് മഹാഭാരതം ഒരുമിച്ച് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് പലർക്കും അങ്ങനെ ആയിരിക്കും എനിക്കുണ്ടായ ഒരു സവിശേഷമായിട്ടുള്ള അനുഭവം. അപ്പൊ അത് എഴുതി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചലഞ്ച്. ഇത് എങ്ങനെ വരും, അപ്പൊ എന്താണ് അതിന്റെ കാര്യം, അപ്പൊ എങ്ങനെയാണ് അത് എഴുതപ്പെടുന്നത്, ഇത് അന്വേഷിക്കുക. അപ്പൊ എങ്ങനെയാണ് അത് എഴുതപ്പെടുന്നത്? എല്ലാ കഥകളും മഹാഭാരതം പ്രത്യേകിച്ച് സംഭാഷണങ്ങളിലൂടെ കഥ പറയാം. സംഭാഷണം എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരങ്ങളിലൂടെ ഒന്നും പറയാം. ഒരാളും ചോദിക്കാൻ അല്ലെങ്കിൽ കഥയില്ല. നമ്മൾ പറയാ കഥയിൽ ചോദ്യമില്ല എന്നല്ലോ, ഇതങ്ങനെയല്ല. ചോദ്യത്തിൽ ഇല്ലെങ്കിൽ കഥയില്ല. വൈശമ്പായനൻ എന്ന് പറഞ്ഞൊരാൾ, അയാൾ വ്യാസന്റെ ശിഷ്യൻ. ആ ശിഷ്യൻ ഒരു യാഗ സദസ്സിൽ വെച്ച് ആള് ചോദിച്ചു, ഈ ജനമേജയൻ എന്നുള്ള രാജാവിന്റെ യാഗം, ജനമേജയൻ ആരാ? ഈ പാണ്ഡവന്മാരുടെ വംശപരമ്പരയിൽ അവസാനം പരീക്ഷിത്ത്, അർജുനന്റെ മകൻ പരീക്ഷത്തിന്റെ മകൻ ആണ് ജനമേജയൻ. ആ ആളുടെ യാഗം നടത്തി 12 കൊല്ലം യാഗം. അപ്പൊ ആ 12 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു കഥ. അപ്പൊ ഈ ജനമേജയൻ പറഞ്ഞു, എന്റെ പൂർവ്വപിതാക്കന്മാരുടെയൊക്കെ ആ കഥ വ്യാസനെ ചൂണ്ടി പറയും. വ്യാസൻ ഈ കാലമൊക്കെ ഇതിൽ മാറും. അപ്പൊ വ്യാസന്റെ 250 കൊല്ലം മുമ്പ് ജനിച്ചാളാണ്. പക്ഷെ ഇതൊക്കെ കഴിയാനും അയാൾ അവിടെയുണ്ട്. അപ്പൊ ആ വ്യാസനോട് പറയും, ഈ മറ്റേ ഗുരു വൃത്താന്തല്ലോ, എങ്ങനെ എന്റെയൊക്കെ പൂർവ്വപിതാമഹന്മാര് ആ കഥയൊക്കെ അങ്ങ് പ്രത്യക്ഷം കണ്ടവരും ഭവാൻ, നിങ്ങൾ നേരിട്ട് കണ്ടതാ മുഴുവൻ. അപ്പൊ ആ പ്രത്യക്ഷം കണ്ട അങ്ങ് ഇതൊന്ന് പറഞ്ഞു ഞങ്ങൾ സദസ്സിനെ ആനന്ദിപ്പിച്ചാൽ. അപ്പൊ
അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയില്ല, എൻ്റെ ശിഷ്യനായ വൈശമ്പായൻ ഈ കഥ മുഴുവൻ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, അതുപോലെ പറയുന്നു. ആ വൈശമ്പായൻ ആ കഥ മുഴുവൻ പറയാം. എന്ത് ആദ്യത്തെ മനുഷ്യൻ ജനിച്ചത് മുഴുവൻ, അങ്ങനെയുള്ള കഥ മുഴുവൻ പറയും. അപ്പൊ അത് കേട്ടിട്ട് ഉഗ്രശ്രവസ് എന്നൊരാൾ, എന്റെ ഉഗ്രശ്രവസ് ഉഗ്രമായ ചെവിയോട് കൂടിയാണ്. അയാൾ ആരെന്ത് ഉച്ചരിച്ചാലും അത് കേൾക്കും. അയാള് ആ യാഗസദസ്സിൽ ഉണ്ടായിരുന്നു. ആ യാഗസദസ്സിൽ ഉണ്ടായിരുന്ന അയാള് അതൊക്കെ കേട്ടു. അയാൾ ഹൃദിസ്ഥായി. 12 കൊല്ലം കേൾക്കരുത്. 12 കൊല്ലം കേൾക്കുമ്പോൾ ആർക്കും ഹൃദിസ്ഥാവുമല്ലോ. അങ്ങനെ കേട്ടിട്ട് അയാള് ശൗനകൻ എന്ന് പറഞ്ഞിട്ട് വേറെ ആള്, ഒരു മഹർഷി നടത്തുന്ന യാഗം നടത്തുക. അപ്പൊ ഈ ശൗനകൻ നടത്തുന്ന യാഗസദസ്സിലേക്ക് ഈ ഉഗ്രശ്രവസ് കയറി വരിക. അപ്പൊ കയറി വരുമ്പോ തന്നെ ആളുകൾക്ക് വലിയ സന്തോഷമായി. ഒരു കഥ പറയൂ എന്ന് എല്ലാവരും അയാളോട് ആവശ്യപ്പെട്ടു. ആ കഥ പറയാം. അപ്പൊ ഇയാളുടെ അച്ഛൻ, അയാളും വലിയ കഥ പറച്ചിൽക്കാരനായ സൂതനായിരുന്നു. അയാളുടെ പേര് ലോമഹർഷൻ എന്ന് വെച്ചാൽ രോമാഞ്ചം കൊള്ളിക്കുന്നു എന്ന അയാളുടെ പേര്. അയാളുടെ പേര് തന്നെ കഥ പറഞ്ഞ് രോമാഞ്ചം കൊള്ളിപ്പിക്കുന്നവൻ. അയാളോട് അയാളുടെ മകനല്ലേ ഇത് എന്നാ പറഞ്ഞു. അപ്പൊ ഈ കേൾവിക്കാരെ ഇയാളുടെ അച്ഛൻ പറഞ്ഞ അതേപോലെ തന്നെയുള്ളൂ, അത്ര മാധുര്യത്തോടുകൂടി അത്ര ഗംഭീരമായിട്ട് ഇയാൾ കഥ പറയുന്നതിലും. അപ്പൊ അയാൾക്ക് ഉത്സാഹമായി. അയാൾ അടുത്ത 12 കൊല്ലം ഈ കഥ പറയും. അപ്പൊ ആ കഥ പറഞ്ഞതിൽ ഇത് മുഴുവൻ വന്നു. എന്നിട്ട് ആ കഥ ആദ്യം സംഗ്രഹിച്ച് പറയാം. ഇത് അത്രയും സംഗ്രഹിച്ചു. അപ്പൊ എന്താണ് മൊത്തത്തിൽ? അത് വലിയൊരു വൃക്ഷവും അതിന്റെ താഴെ ദുഃഖത്തിന്റെ വലിയ നിഴലും വീശി നിൽക്കുന്ന ഒരു മഹാവൃക്ഷം പോലെ തോന്നുന്ന മഹാകാര്യം. ഇങ്ങനെ ആദ്യം സംഗ്രഹിച്ച് പറയും. അതിനെ സംഗ്രഹിക്കുക എന്നുള്ളതിന് ഈ സമാസിക്കുക എന്ന് പറയും. സമാസിക്കുക എന്ന് പറഞ്ഞ വാക്ക് ഒട്ടിച്ചേർക്കുക. ആ പശ വിടുത്തലാണ് വിഗ്രഹിക്കുക. അപ്പൊ വിഗ്രഹം സമാസം. ഈ വിഗ്രഹിച്ച് വികസിക്കാൻ വിഗ്രഹത്തിന് വേറെ അർത്ഥമില്ല, വികസിപ്പിക്കുക. ഈ പശ കട്ട് ചെയ്ത് കളഞ്ഞ് വികസിപ്പിച്ചാലേ അത് വ്യാസം വികസിക്കലാവും. അപ്പൊ അങ്ങനെ വികസിക്കലും സമാസിക്കലും ഈ 2 പ്രക്രിയകളാണ് മഹാഭാരതത്തിലെ ആഖ്യാനത്തിലുള്ള വിഷയം. അപ്പൊ ആദ്യം ചിമിഴായിട്ട് ഒരൊറ്റ എന്താ പറയണ്ട വാക്കില് ഈ കഥ മുഴുവൻ സംഗ്രഹിച്ച് പറയാം. പിന്നെയോ അപ്പൊ ആളുകൾ ചോദിക്കുകയാണ്, ഈ ഉഗ്രശ്രവസിനോട് ചോദിക്കാം, ഇത്ര ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമാവില്ല, നിങ്ങൾ വിസ്തരിച്ച് പറയും. എന്ത് പറഞ്ഞാലും വിസ്തരിച്ച് പറയും. ഞങ്ങൾക്ക് കേട്ടാൽ മതിയല്ലോ. എന്നിട്ടുണ്ടായി എവിടെയും ആദ്യം ഇയാള് കഥ പറയും, ചുരുക്കത്തിലേ പറയും. പക്ഷെ അത് പ്രേക്ഷകരെയോ അല്ലെങ്കിൽ കേൾവിക്കാരുടെ ആവശ്യം അറിഞ്ഞിട്ട് അത് വിസ്തരിച്ച് പറയാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ക്രമത്തിൽ വ്യസിച്ച് വികസിപ്പിക്കുന്നവൻ അതാണ് വ്യാസൻ എന്ന് പറഞ്ഞ ആളാണ്. ഈ കഥ വ്യസിക്കുകയാണ് വ്യാസൻ ചെയ്യുന്ന ഒരു വലിയ പണി. വ്യസിക്കുന്നവനാരോ അവരാണ് വ്യാസൻ. അപ്പൊ നമുക്ക് തോന്നും ഒരു വ്യാസനെ ഇപ്പൊ മറ്റേ ഉമ്മാച്ചു എഴുതി, അതിന് വ്യസിക്കുന്നുണ്ട്. അയാൾ തന്നെയാണ് എഴുതുന്നത്. അയാൾ തന്നെ 1ാമത്തെ പേജ് എഴുതി 500ാമത്തെ പേജ് വരെ അയാളൊക്കെ ഇരുന്ന് എഴുതി അങ്ങനെ എഴുതിണ്ടാക്കുക. അത് എഴുതിണ്ടാക്കി അയാൾ പുസ്തകമാക്കി. അങ്ങനെയല്ല എഴുതണം. ഒന്നാമത് എഴുത്ത് എന്നുള്ള വിദ്യ ആരംഭത്തിൽ ഉണ്ടായിട്ടില്ല, പറച്ചിലേ ഉള്ളൂ. അപ്പൊ അത് മറ്റേ എന്താ പറയണ്ടത്, എഴുതി ഉണ്ടാക്കിയല്ല, പറയുള്ളൂ. അപ്പൊ അങ്ങനെ പറഞ്ഞു വ്യസിച്ചു ഇതൊരു വലിയ കഥയാണ്. അപ്പൊ ഇങ്ങനെ ആണ് വ്യാസൻ എന്ന് പറയുന്ന ഒരാളെ ഒരു കർത്താവായിട്ട്, വ്യസിക്കുന്നവനാരോ അവനാണ് വ്യാസൻ. അപ്പൊ അതൊരാളല്ല, ഒരുപാട് ആളുകളുടെ ഒരു തുടർച്ച, അതാണ് വ്യാസൻ. അല്ലെങ്കിൽ ഈ 250 കൊല്ലത്തെ ഒരു സ്പാനാണിത്. ഇത് ഓരോ കാലത്തും ഇയാൾ പ്രത്യക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇതെന്താ റൈറ്റർ അതിനർത്ഥം. ആ റൈറ്റർ എന്നുള്ള അർത്ഥം. ആ വ്യാസൻ എന്ന് പറയുമ്പോൾ വ്യസിക്കുന്നവൻ, എഴുതുന്നവൻ, വികസിപ്പിക്കുന്നവൻ. അങ്ങനെ കഥ വികസിപ്പിക്കുന്ന ആളെയാണ് വ്യാസൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ കഥയെ ഒരു തുണ്ട് കഥാബീജത്തിൽ നിന്ന് വലുതാക്കി വികസിപ്പിച്ച് വലിയ കഥയാക്കി മാറ്റുന്ന ഒരാളെയാണ് വ്യാസൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഫലത്തിൽ ഇത് ഇയാളുടെ മക്കളായി ഇവരൊക്കെ. അയാളുടെ വ്യാസന്റെ മക്കളാണ് ഇതിന്റെ കഥാപാത്രങ്ങളൊക്കെ.
വ്യാസന് ആരെയൊക്കെ ഉണ്ടായത്? അംബികയിലും അംബാദിയിലും അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ മക്കളൊക്കെ. അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ ഇതില്ല, ഞാനത് പറയില്ല. അപ്പൊ അങ്ങനെ അയാളുടെ മക്കളുടെ മക്കളും രണ്ട് പങ്കായിട്ട് തിരിഞ്ഞ ഇയാൾ ഏത് ഭാഗത്താണ് നിൽക്കുക? ഒരു തമ്മിൽ യുദ്ധം ഉണ്ടായി. അപ്പോ അയാള് ഉറപ്പിച്ചു, ഞാൻ ഇപ്പൊ ജയിച്ചാളില്ല ജനമേജയൻ അയാളുടെ പക്ഷത്താണ് നിൽക്കുക. അപ്പൊ ജയിച്ച ആളുടെ പക്ഷത്താണ് നിൽക്കുക ഗ്രന്ഥകാരൻ. അവനവന്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങളുടെയെങ്കിലും കാര്യത്തിൽ ജയിച്ച ആളുടെ പക്ഷത്ത് നിന്ന് അവരാണ് ശരി എന്ന് പറഞ്ഞു. എന്നൊരു സംശയം തോന്നുമ്പോൾ ഇവര് വഴി കാണിക്കാനുള്ള ഉപദേശം സ്വീകരിക്കുന്ന വ്യാസനോടാണ്. അപ്പൊ വ്യാസനൊക്കെ പറയും, എനിക്കറിയാതൊക്കെ നിങ്ങൾ മട്ടിലേ വരുള്ളൂ, അത് നിങ്ങൾ നിന്നാ മതി. അങ്ങനെ ഓരോ ഘട്ടത്തിലും അദ്ദേഹം വന്ന് സ്വന്തം സൃഷ്ടികളായ കഥാപാത്രം അതിൻ്റെയൊക്കെ സാധ്യതകൾ ഇപ്പൊ ആധുനിക മട്ടിൽ ആലോചിച്ച് നോക്കൂ. ഈ കഥാകൃത്ത് രംഗപ്രവേശം ചെയ്ത് കഥാപാത്രങ്ങൾക്ക് വഴി കാണിച്ചു കൊടുത്ത് അവർക്ക് ഉപദേശങ്ങൾ കൊടുത്ത് അവരുമായിട്ട് സഹവസിച്ച്, കഥാകൃത്തല്ല ഞാൻ ഈ കഥാപാത്രം തന്നെയാണെന്ന് പറഞ്ഞ് അവരുടെയൊപ്പം സഞ്ചരിച്ച് ഈ അത്ഭുതമായ മാജിക്കൽ ലോകത്തിലേക്ക് നമ്മൾ ഭാവന അഴിച്ചു വിട്ട് കഴിഞ്ഞുള്ളൂ. ഒരു അവിശ്വസനീയമായ കഥാകൃത്ത് സമ്പർക്കം. കഥാകൃത്ത് നമ്മളെ ഇടയിലൊക്കെ നടക്കുക, നമ്മളോടൊക്കെ കഥാപാത്രങ്ങളായ നമ്മളോടൊക്കെ ആളുകളോടല്ല, കഥാപാത്രങ്ങളായ നമ്മളോടൊക്കെ സംവദിക്കുക, അതിന്ന് ആ കഥ വികസിക്കുക. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു അത്ഭുത കൃത്യം. അപ്പൊ ഏത് പക്ഷത്തിലാണ് അയാൾ എന്ന് ചോദിക്കുക, നമുക്ക് ചോദിക്കാം. അപ്പൊ അത് വ്യക്തമായിട്ട് അതിൽ കാര്യകാരണ സൈഡിൽ ഞാൻ പറയുന്നത് അത് പാണ്ഡവ പക്ഷത്ത് തന്നെ. അതൊരു അത്ഭുതമല്ലേ? ലോക സാഹിത്യത്തിൽ തന്നെ വലിയ അത്ഭുത. ഒരു കഥാകൃത്ത് അയാൾ രണ്ട് സംഘം മനുഷ്യരെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചു. അവർ തമ്മിലുള്ള യുദ്ധമാണ് ഈ കഥയുടെ പ്രമേയം. എന്നിട്ട് ആ കഥയുടെ പ്രമേയം അത് ഇങ്ങനെയായിരിക്കെ ഈ വ്യാസൻ അതിൽ ഒരു ആളുടെ പങ്ക് ചേർന്ന് മറ്റേ ആൾ എതിർക്കും. ആ കഥാകൃത്ത് തന്നെ അതിലൊക്കെ പങ്കെടുത്ത് അതിലൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നു, എവിടെയും പ്രത്യക്ഷപ്പെടും. അയാൾക്ക് പ്രായമില്ല, കഥാകൃത്തിന് പ്രായമില്ല. അല്ലെ അന്നത്തെ ആ പ്രായത്തിലുള്ള കഥാകൃത്തിന് എന്താണ് പുസ്തകം വായിക്കുമ്പോഴും കാണുന്നത്. വ്യാസൻ അന്നത്തെ എന്നാന്നറിയില്ല. അതാണ് ഈ കൃതിയുടെയൊക്കെ ഒരു സ്വഭാവം. അത് എന്നാണ് നമുക്ക് അത് നോക്കിയാൽ പറയാൻ പറ്റുക. വേണമെങ്കിൽ അതിൽ പറയാം, അതിന്റെ വികാസം വെച്ചിട്ട് നമുക്ക് അതിന്റെ പ്രായം കണക്കാക്കാം. അതിൽ ആദ്യം ആ പുസ്തകത്തിന് 8000 ശ്ലോകം മാത്രം ചെറിയ ചിമിഴായിരുന്നു. പിന്നെ അത് 24,000 ശ്ലോകം വലിപ്പമുള്ള വേറെ രണ്ടാമത്തെ കൃതി. പിന്നെ അത് 1,00,000 ചില്ലാനും ശ്ലോകമുള്ള ഒരു മഹാദ്വിതയും. ആ ഘട്ടത്തിലാണ് ഈ ഇന്നത്തെ വ്യാസഭാരതം എന്നുള്ള കൃതി ഈ ബൃഹത്തായ രൂപത്തോടുകൂടി നമ്മളെടുത്ത് വന്നെത്തണം. അപ്പൊ അങ്ങനെ നിരന്തരമായ കൂട്ടിച്ചേർക്കലുകൾ, അങ്ങനെ കൂട്ടിച്ചേർത്ത് ഓരോ ആളുകളും കൂട്ടിച്ചേർത്ത്, ആളുകൾ എന്ന് പറയുമ്പോൾ പ്രതിഭാശാലികളായ എഴുത്തുകാരനാണ്, അവരൊക്കെ കൂട്ടിച്ചേർത്ത് അനേക തലമുറകൾ കൊണ്ട് ഒരു AD 5-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ഇന്നത്തെ മഹാഭാരതത്തിന്റെ ഈ രൂപമുണ്ടായി. പിന്നെ അത് പകർപ്പെടുത്തൽ മാത്രമേ ഉണ്ടായി. അത് പകർപ്പെടുത്ത് ഉണ്ടായി. അപ്പൊ അതില് മറ്റേ 15-ാം നൂറ്റാണ്ടോടു കൂടിയാണ് അങ്ങനെ പകർപ്പിന്റെ ആയിട്ടുള്ളൊരു ഒറിജിനൽ പുസ്തകം തന്നെ കിട്ടിയത്. അപ്പൊ ഇങ്ങനൊരു വളർച്ച, ഇത് BC 5-ലോ 6-ലോ നടന്ന ഒരു യുദ്ധമായിരുന്നു. ആ യുദ്ധം കേവലം ഒരു ഗോത്ര യുദ്ധമായിരുന്നു. പക്ഷെ ആ യുദ്ധത്തിൽ ഇങ്ങനെ മറ്റേ പങ്ക് പിടിച്ച ഒരു കഥാകൃത്ത്, അത് പരസ്പരം എതിർക്കുന്ന സഹോദര കുലങ്ങൾ, അങ്ങനെ ഒരു കഥയായിട്ട് അതിൽ വന്നു. അപ്പൊ പിന്നെയാണ് അവിടെയാണ് ഈ ബുദ്ധമതം കടന്നത്. നമ്മൾ ആദ്യം പരാമർശിച്ച അശോകനും ഒക്കെ എനിക്ക്. അപ്പൊ ആ കാലത്ത് വന്ന ഒരുപാട് ആശയ സംഹിതകള് ഒക്കെ ഇതിലേക്ക് ഇങ്ങനെ അറിയാതെ ഉൾച്ചേർന്നു. അപ്പൊ നോക്ക് 5-8 കൊല്ലത്തിൽ ആ നൂറ്റാണ്ടിന്റെ പല ആശയ സംഹിതകളും ഇതിലേക്ക് ഉൾച്ചേരാൻ പറ്റും. ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ഒരുപാട് നദികളിൽ നിന്നുള്ള ട്രിബ്യൂട്ടറീസിനെ കൂട്ടിച്ചേർക്കുന്നത് പോലെ ഈ ഒരു 1000 കൊല്ലം കൊണ്ട് 500 കൊല്ലം കൊണ്ട് എത്ര കൊണ്ട് ആ കാലത്തുണ്ടായ എല്ലാ കാര്യങ്ങളെയും അതിന്റെ നിഴലുകളെയും വെളിച്ചങ്ങളെയും പ്രതിച്ഛായകളെയും ഒക്കെ സ്വാംശീകരിച്ച് ഈ മഹാഭാരതം തെളിക്കാൻ പറ്റും. അങ്ങനെ വലിയൊരു പുഴയായിപ്പോ ആ പുസ്തകമാണ് നമ്മൾ കാണുന്ന മഹാഭാരതം. അപ്പൊ അക്കാലത്തുണ്ടായ എല്ലാ ദർശനങ്ങളും എല്ലാ വീക്ഷണ ഭേദങ്ങളും ഇതിൽ ഉൾച്ചേർന്നു. അതാണ് ഇതിൽ. അപ്പൊ അശോകന്റെ ദർശനം ഉൾച്ചേർന്നു, അഹിംസ ഉൾച്ചേർന്നു, അഹിംസക്ക് എതിരായിട്ടുള്ള വാദങ്ങൾ ഉൾച്ചേർന്നു.
ഇപ്പൊ ഉദാഹരണത്തിന് അശോകൻ പറയും, അല്ലെങ്കിൽ ബുദ്ധമതം പറയും, എല്ലാം ദുഃഖമാണ്, ദുഃഖാന്തം ആയിട്ടുള്ളതാണ് ജീവിതം മുഴുവൻ. അപ്പൊ അതിന് വ്യാസൻ മറുപടി അങ്ങനില്ല, ദുഃഖവും സുഖം കലർന്നാണ് ജീവിതം എന്ന് അതിനുള്ള മറുപടി പറയും. എല്ലാ ബുദ്ധമത തത്വങ്ങളും പറയും, പക്ഷെ ബുദ്ധമത തത്വങ്ങൾക്ക് എതിരായിട്ടുള്ള ഇതും പറയും. അപ്പൊ അങ്ങനെ ഒരു അന്നത്തെ ഒരു പ്രധാനമായ സംഘർഷ വിഷയമായിരുന്നു ഈ ബുദ്ധമതം. ആ ബുദ്ധമതത്തിനെ ഒരു കേന്ദ്ര സ്ഥാനത്ത് നിർത്തി അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ ആളുകളും അവരവരുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചത്. ഞാൻ ഒന്നുകിൽ അതിന് ഇപ്പൊ സോഷ്യലിസം, കമ്മ്യൂണിസം, മാർക്സിസം ആണ് ഇപ്പോഴത്തെ ഒരു സെൻട്രൽ പോയിന്റ് എങ്കിൽ അവരെ എതിർത്ത് ഞാൻ അതിന്റെ തെറ്റാണ്, ഞാൻ അതിന്റെ വടക്കാണ്, ഞാൻ അതിന്റെ കിഴക്കാണ് എന്നൊക്കെ അതിനെ ആസ്പദമാക്കിയിട്ട് ഈ അവനവന്റെ സ്ഥാനം നിർണയിക്കുന്ന മട്ടിൽ എല്ലാം അതിനെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് മാറ്റി ഡിഫൈൻ ചെയ്യാൻ അങ്ങനെ ഒരു പറയും. അപ്പൊ അങ്ങനെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് ഈ ബുദ്ധമതം വരികയും അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ടുണ്ടായ വിപുലമായ ഒരു സാഹിത്യത്തിലെ ഒരു വലിയ പ്രധാനമായ ഭാഗമായിട്ട് മഹാഭാരതം ഈ 5-6 നൂറ്റാണ്ടുകൊണ്ട് മാറുകയും ചെയ്തു. അപ്പൊ അത് വെറും കേവലം ഒരു യുദ്ധത്തിന്റെ പുസ്തകമല്ല, നേരെ മറിച്ച് അനേകം ഈ എന്താ പറയുക ആശയധാരകളുടെയും അനേകം വീക്ഷണഗതികളുടെയും ഒക്കെ സമ്മിശ്രമായിട്ടുള്ള ഒരു പുസ്തകമായിട്ട്. അപ്പൊ അനേകം വീക്ഷണ സ്ഥാനങ്ങളുടെ ഒരു സമ്മിശ്രമായ ആഖ്യാനമാണ്. അതാണ് യഥാർത്ഥമായ ബഹുസ്വരതയുടെ ആഖ്യാനമായിട്ട് മഹാഭാരതം ഒരു 5-8 ഇതിലത്തെ അറിയില്ല അങ്ങനെ വലിയ പുസ്തകമായിട്ട് മാറും. ഇതാണ് മഹാഭാരതം. അത് ഒരേ സമയം അത് കഥയാണ്, ഒരേ സമയം അതിന്റെ ആഖ്യാനം ഈ സംഭാഷണത്തിലൂടെയാണ് ഞാൻ പറഞ്ഞു. അതിന്റെ സന്ദേശം ഇന്നതാണെന്ന് ഞാൻ എന്റെ കാഴ്ചപ്പാട് പറഞ്ഞു. ഇത് എങ്ങനെയാണ് ആ സന്ദേശം രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. ഈ ആഖ്യാന സമ്പ്രദായം അരുന്ധതി റോയെ സ്വാധീനിച്ചിട്ട് അവര് പറഞ്ഞു, എനിക്ക് ഈ ഭാരതത്തിലെ ഈ ഇതിഹാസങ്ങളുടെ ആഖ്യാന രീതി വലിയ ഇഷ്ടമായിട്ടുണ്ട്. കാരണം അതിൽ കഥ അറിയാൻ വേണ്ടിയിട്ട് ആരും പുസ്തകം വായിക്കാറില്ല. ആ കഥയൊക്കെ ആദ്യത്തെ ചാപ്റ്റർ പറയും, ഇനി നിങ്ങൾക്ക് അത് വായിക്കാൻ വേണ്ടിയിട്ട് ബാക്കി 150 പേജ് വായിക്കേണ്ട കാര്യമില്ല. അരുന്ധതി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആദ്യത്തെ അധ്യായത്തിൽ തന്നെ എല്ലാ കാര്യം പറയും. അതിന്റെ ജിജ്ഞാസ കൊണ്ടൊന്നും പുസ്തകം വായിക്കണം. അങ്ങനെ മഹാഭാരതത്തിലും അത് എല്ലാം ആദ്യം പറയും. ആ കഥാസംഗ്രഹ പർവ്വം എന്നുള്ള പർവ്വത്തിലെ എല്ലാം പറയുന്നുണ്ട്. ഇന്നെ പുസ്തകത്തിൽ ഇന്നെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഈ കഥ ഇത്ര അറിയാലോ. പക്ഷെ വിസ്തരിക്കുക, ആ വിസ്താരത്തിലാണ് ഒരുപാട് സബ്റ്റലിറ്റീസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോ കലയുടെയും ഈ ഇന്ത്യൻ കലയുടെ ആഖ്യാനത്തിലായാലും ശരി, ഈ അഭിനയ കലയിലായാലും ശരി, അത് ആ സബ്റ്റലിറ്റീസ് അറിയാനാണ് പുസ്തകം വായിക്കുന്നത്. അപ്പൊ പുസ്തകം എന്തിനാ എഴുതണം എന്നുള്ളത്, പുസ്തകം എന്തിനാ വായിക്കണം എന്നുള്ളത് ഉത്തരം മഹാഭാരതം തരുന്നുണ്ട്. എന്താ, ഇത് സട്ടിലായ ഡിസ്ക്രിപ്ഷൻസ്, സട്ടിലായ സ്വഭാവ ഘടനകള്, സട്ടിലായിട്ടുള്ള മാനസിക വ്യാപാരങ്ങള്, ഇതൊക്കെയാണ് നിങ്ങൾ വിവരിക്കുക. അല്ലാണ്ട് പൊതുവിലുള്ള കഥ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ല. കഥ സിമ്പിളായിട്ട് ഒരു അധ്യായത്തിൽ പറഞ്ഞു തീർക്കാവുന്ന കഥയുള്ളൂ ലോകത്തിൽ. ഈ മഹാഭാരതത്തിന്റെ കഥ പോലും ഒരു അധ്യായത്തിൽ, ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ബാക്കി കഥ അങ്ങനെയല്ല. അതിന്റെ ഓരോരോ വഴികള്, അതിന്റെ ഓരോ സംഭവങ്ങളുടെയും പിന്നിലുള്ള സൂക്ഷ്മതകള്, ഇതൊക്കെ വരണമെങ്കിൽ നമുക്കത് വിസ്തരിച്ച് പറയും. അപ്പൊ വിസ്തരിച്ച് പറയൂ എന്നാണ് ഈ കേൾവിക്കാരൻ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേൾവിക്കാരന്റെ ഈ നിരന്തരമായ പുൾ ആവശ്യം ഇല്ലെങ്കിൽ കഥയില്ല. അപ്പൊ വായനക്കാരന്റെ ആവശ്യത്തിൽ നിന്നാണ് ഈ കഥാകാരൻ ആ കഥയായിട്ട് പ്രവഹിക്കുന്നത്. ഇങ്ങനെ ഒരു രീതി വായനക്കാരനും എഴുത്തുകാരനും കൂടി ഉൾച്ചേർന്ന് നടത്തുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് ഈ രണ്ട് ആള് തമ്മിലുള്ള പ്രശ്നോത്തരി എന്ന് പറയാവുന്ന ഒരു ആഖ്യാന രൂപം മഹാഭാരതത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇന്ത്യയിലത്തെ മിക്കവാറും എല്ലാ പ്രാചീന ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിലും ഈ പ്രശ്നോത്തരിയാണ്. എന്ത് പ്രശ്നോത്തരം? മനുസ്മൃതി, അത് കഥയൊന്നുമില്ല, അതും പ്രശ്നോത്തരിയാണ്. അനേകം സ്മൃതികൾ ഉണ്ടായിട്ട് അതൊക്കെ പ്രശ്നോത്തരിയാണ്. വൈദ്യഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ട് അതും പ്രശ്നോത്തരിയാണ്. എല്ലാ ഉപനിഷത്ത് പ്രശ്നോത്തരിയാണ്. ഈ ചോദ്യവും ഉത്തരവും എന്നുള്ള ഒരു രീതിയിലാണ് ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും പറയുക. ആഖ്യാനം എന്ന് പറഞ്ഞാൽ കഥയുടെ ആഖ്യാനം മാത്രമല്ല, വിവരിക്കുന്നത് എന്തും, പൂർവാപര ബന്ധത്തോടുകൂടി വിവരിക്കുന്നത് എന്തും ആഖ്യാനം. അപ്പൊ അങ്ങനെ ആ പൂർവാപര ബന്ധത്തോട് വിവരിക്കണമെങ്കിൽ ഇതാന്ന് പറഞ്ഞിട്ടൊരു സെന്റൻസ് ഇട്ട് തുടങ്ങാൻ പറ്റില്ല. ഒരാൾ ചോദിക്കാം. അപ്പൊ ഒരാൾ ചോദിക്കും, വാൽമീകി രാമായണത്തിലാണ് ചോദിക്കുക,
ഈ ഈ ലോകത്തിലെ ഏറ്റവും മര്യാദയുള്ള ആളും സത്യവാനായ ആളും ആരാ? അപ്പൊ ഒരു ഉത്തരം പറയും ഇന്നാണോ? ഓ അത് ശരി. അപ്പൊ എന്താ കഥ? അപ്പൊ ഒരു സ്റ്റാർട്ടറായി ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ചോദ്യം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വെറുതെ ശൂന്യത എന്നൊരു കഥ പറയാൻ പറ്റില്ല. അപ്പൊ ഒരാളുടെ ചോദ്യമാണ് ആ മറ്റേ കിക്ക് സ്റ്റാർട്ടറില്ലേ, സ്കൂട്ടറുകൾ അടിച്ച് സ്റ്റാർട്ടാക്കുന്നുണ്ട്, അതുപോലൊരു കിക്ക് സ്റ്റാർട്ടറാണ് ഈ ചോദ്യങ്ങൾ. അതാണ് ഇന്ത്യൻ ആഖ്യാനത്തിന്റെ ഒരു മൗലികമായ കാര്യം. ആ കിക്ക് സ്റ്റാർട്ടർ കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഗതി ഏറ്റവും സംക്ഷിപ്തമായി കഥ പറയും. അപ്പൊ ഈ കേൾവിക്കാരന് തൃപ്തിയാകുന്നില്ല. ആ കേൾവിക്കാരൻ എന്ത് ചെയ്യും? ഇനിയും പറയൂ എന്ന് ജിജ്ഞാസയാണ്. വായനക്കാരന്റെ ജിജ്ഞാസ ശമിപ്പിക്കലാണ് എന്താ പറയണ്ടേ കഥയുടെ ഉദ്ദേശം. ഒരു ശ്ലോകം ചൊല്ലിയാൽ പോലെ ഈ അതിന്റെ വെർബെന്നുള്ള ചോദ്യം, വെർബിനോടാണ് നമുക്ക് ചോദിക്കാം. ആ വെർബിനോട് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരാണ് കർമ്മവും ക്രിയയൊക്കെ. ബാക്കിയൊക്കെ കർത്താവേ അയാൾ ഓടി, അയാളോ ആരാത്? അതെ, അപ്പൊ ഇന്നാളാണ് ഓടിയോ എങ്ങോട്ടാ ഓടി? നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഈ ചോദ്യോത്തരങ്ങൾ. അപ്പൊ ഇത് ഈ മഹാഭാരതത്തിന് ഏറ്റവും നല്ലത് ഒരു ജേർണലിസ്റ്റ് വായിക്കുന്ന പോലെ വായിക്കാനാണ്. ഒരു പത്രപ്രവർത്തകൻ വായിക്കുന്ന പോലെയും വായിക്കാം. കാരണം കുരുക്ഷേത്ര യുദ്ധം ധൃതരാഷ്ട്ര അന്വേഷിക്കുന്നത് എന്റെ പുത്രന്മാരും മറ്റേ ആളുകളും തമ്മിൽ എന്താണ് ഉണ്ടായത് സഞ്ജയ? ഓ അത് കേട്ടില്ലേ? അങ്ങറില്ലേ? അങ്ങയുടെ മറ്റേ ഭീഷ്മ പിതാമഹൻ ഇന്ന് 10ാമത്തെ ദിവസാ പറഞ്ഞു മരിച്ചു വീണു. അത് കേട്ടപ്പോ ധൃതരാഷ്ട്രക്ക് മോഹാത്സ്യപ്പെട്ടു. അയ്യോ അദ്ദേഹം മരിച്ചു വീണോ? ഞാൻ ഇനി എന്തിനാ ജീവിച്ചിരിക്കണം? എന്നിട്ട് എന്താ ഉണ്ടായത് പറയേ, എന്താ ഉണ്ടായത് സഞ്ജയനോട് പറയാൻ പറയാ. അപ്പൊ അതായത് ഇതൊക്കെ ആദ്യം ചുരുക്കിയിട്ട് പറയും. എനിക്ക് ഇങ്ങനെ കേട്ടാൽ പോരാ, ആ യുദ്ധത്തിന്റെ നാനാവിധത്തിലുള്ള വർണ്ണന കൃത്യമായിട്ട് കേൾക്കണം എന്നോർത്ത് അത് ധാരാളമായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഓരോ സംഗതിയും ഈ ജിജ്ഞാസയെ ശമിപ്പിക്കാനുള്ള ഒരു വഴികളായിട്ടാണ് കഥ വരുന്നത്. അങ്ങനെയാണ് ഈ കഥാസരിൽ സാഗരം പോലെ ഇതങ്ങനെ വികസിച്ച് വലിയ ഒരു സമുദ്രമായിട്ട്. ഇതാണ് മഹാഭാരതത്തിനെ പറ്റി, അതിന്റെ കഥ പറച്ചിൽ രീതിയെ പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇനി നിങ്ങൾ ചോദിക്കാം, ഇതിപ്പോ നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താ? ഒരു പറയും ഫസ്റ്റ് ഇത് കേട്ടിട്ട് എന്താ തോന്നി? ഇരുന്ന് പറഞ്ഞാൽ മതി, പറയുക എന്നുള്ളതാണ് ആദ്യം. ചുടുക്കനെ പറയുന്ന ചുടുക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കൊന്നും വേണ്ട, ഇരുന്ന് പറഞ്ഞോ. അതൊന്നും വായിക്കണ്ട, അത് മതി. അതെ, ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് കേട്ടാ വേറൊന്നും കേൾക്കണ്ട. എങ്ങനെയാണെന്ന് ചിന്തിക്കാനുള്ളൊരു ഇത് അന്നൊന്നും ഉണ്ടായിട്ടില്ല. കഥ ക്ലാസ്സിലേക്ക് കേൾക്കുക എന്നുള്ള രീതി മാത്രമേ ഉണ്ടായിരുന്നു. ഒരറിവ് ഇന്ന് കിട്ടിയ ഒരറിവ്, അതായത് മഹാഭാരതത്തിലെ ആഖ്യാനം രൂപത്തില് വായനക്കാരന് ജിജ്ഞാസ എന്താ പിന്നെ നിങ്ങൾക്ക് എടുക്കാനുള്ള ഒരു ഒറ്റ കാര്യം മാത്രം. പ്രശ്നോത്തരി ഒന്ന് പറയും. അതെ, ആധ്യാത്മികമൊന്നും ഇല്ല ഇതില്, ഒരാധ്യാത്മികവും ഇല്ല. അതാണ് ഇത്. ഭക്തിയൊക്കെ എങ്ങനെയാ വരുന്നത് പിന്നീട് വേറെ, അതൊക്കെ ഈ പുസ്തകത്തെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഭക്തി വരുന്നു. ഇത് ആദ്യത്തെ ഈ കൃതിയിൽ ഭക്തിയൊന്നുമല്ല, കൊലയിടയ്ക്ക് നയിച്ച കാര്യങ്ങൾ, രാജഭരണത്തിന് വേണ്ടിയുള്ള അടിപിടികൾ, കലഹലുകൾ, സമാധാന ശ്രമങ്ങൾ, അതിന്റെ ഭംഗങ്ങൾ, അതിന്റെ ഇടയിൽ സ്ത്രീ ഏറ്റവും നിന്ദ്യമായി പെടുന്നത്, ഇതൊക്കെയാണ് കഥ. ഇതാണ് മനുഷ്യകഥ. ശരിക്കും ഇതേയുള്ളൂ മനുഷ്യകഥ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലായി. നിങ്ങൾ എന്താ ഇതൊന്നും പറയാത്തൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിലെ മഹാഭാരതം ഇത്തരത്തിലുള്ള ചോദ്യോത്തര രീതിയിലൊക്കെ ഓരോ ശ്ലോകങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇതിലേക്ക് മർമ്മ എന്താന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. അപ്പൊ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയണം. എന്താ കിട്ടിയത്?
ഇതൊരു യുദ്ധമായിരുന്നു. ചാവാകന്മാര് അച്ഛനില്ല. അതെ, ചാവാകന്മാര് അതായത് ധർമ്മപുത്രരുടെ രാജ കിരീട ധാരണത്തിന് വേണ്ടി ആ കൊട്ടാരത്തിൽ പോവാണ്. അപ്പൊ എല്ലാവരും ജയ് ധർമ്മപുത്രൻ ജയ് ധർമ്മപുത്രൻ എന്ന് വിളിച്ചു പറയാം. ഒരു ബ്രാഹ്മണൻ മാത്രം നിങ്ങൾ ജ്ഞാനികാരിയാണ്, ബന്ധുക്കളെ കൊന്നാണ്, നിങ്ങളെന്ത് രാജാവ്, നിങ്ങൾ ധർമ്മപുത്രനല്ല, ധർമ്മത്തിന്റെ ഒരു അംശം ശേഷിക്കുന്ന ആളല്ല, നിങ്ങൾ ഹീനനാ എന്ന് പറഞ്ഞു. ഈ ധർമ്മപുത്രൻ ആകെ ഭയങ്കര കൺഫ്യൂഷനായി, ഭയങ്കര വിഷമായി. അപ്പോഴേക്ക് ഒപ്പം നിന്ന അനുചരന്മാരായ ബ്രാഹ്മണരുടെ അവിടെ കിടന്ന പാത്രങ്ങൾ കല്ലുകൾ ഇയാളെ അടിച്ചു പോകുന്നു. നമുക്കൊരു ധർമ്മപുത്രനാണ്, ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ്. എതിരാളികളെ കത്തിച്ചു വരും. അതെ, അതിനെ എതിർക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് വേണം നമുക്ക് അവരെ പറ്റി മനസ്സിലാക്കാം. എന്തെങ്കിലും ഒരു ധാരണ കിട്ടും. അതാണ് അത് വിശുദ്ധരായിട്ട് പറയുന്ന ആളുകളാണെങ്കിൽ അവിശുദ്ധമായ പ്രവൃത്തി ചെയ്ത് അതിലൂടെ കഥ മുന്നോട്ട് പോകുന്നു. ഇത് അവിടെ ഇത്രല്ലേ, പിന്നെന്താ എന്തെങ്കിലും കേട്ടതും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായോ കിട്ടിയത് മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിരസം തോന്നുന്ന ഒരു പുസ്തകമായിട്ടാണ് നമ്മൾ ചെറുപ്പത്തിൽ വളർത്തിയിരിക്കുന്നത്. അപ്പൊ സാറിന്റെ ഈ ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ അകത്ത് തമോഗുണം ഉണ്ടെന്നുള്ളത്, തമോഗുണത്തെ കൂടെയാണ് കഥ നയിക്കുന്നതെന്നുള്ള മനസ്സിലായി. അതിന് ശരിക്കും പറഞ്ഞാൽ ദർശനാഥൻ എന്ന് പറഞ്ഞാൽ സങ്കല്പം, ക്ഷമയുടെയും അതേപോലെ തന്നെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും മനുഷ്യൻ കാമും ക്രോധവും ശാപനം വരുന്നു. ശക്തി നാശം നമ്മളുടെ രാജ്യത്തിന്റെ പ്രധാനമായിട്ട് അത് ശരിക്കും ക്ഷമയോടുകൂടി കാര്യം എന്തെങ്കിലും ശ്രദ്ധിക്കാം. പരസ്യയുടെ ശരിയാണ് യുധിഷ്ഠിരൻ ശരിക്കും എന്താ പറയുക, യുദ്ധം കേട്ട് കഴിഞ്ഞപ്പോഴാണ് യുധിഷ്ഠിരന് തിരിച്ചറിവുണ്ടായത്. ആളുകളായിട്ട് എല്ലാവരും നശിച്ചു. അത് കാണുമ്പോൾ ഒരാൾക്ക് സന്തോഷമാണ് നിൽക്കാറുണ്ട്. വിജയമായിട്ട് തോന്നില്ല, അവരുടെ മക്കൾ എല്ലാവരും മരിച്ചു. കൊണ്ടുവന്ന അത് ഞാൻ കാരണം അത് നിന്ന് പോയാലേ അടുത്തവരാണ്. അതെ, ആ ചെറുതിനെ നമുക്ക് കുട്ടിയെ ഒന്ന് എടുത്ത് കിടക്കി പ്രതീക്ഷിക്കാത്തതാണ് എന്റെ ജോലി. ഇതിപ്പോ പാണ്ഡവപക്ഷത്ത്, അതായത് ഒരു പക്ഷത്തെ മാത്രം അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലാണ് ഈ സമൂഹത്തിൽ നമ്മൾ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. രണ്ടു വശത്തുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ ഉദാഹരണം സഹിതം വ്യക്തമായിട്ട് പാണ്ഡവൻ പക്ഷത്താണ് ജയിച്ചവരുടെ പക്ഷത്തെ ചരിത്രകാലം കിട്ടുള്ളൂ. അതുപോലെ കൃഷ്ണൻ അതെന്താണ് ചെയ്യുന്നത്? പാണ്ഡവരെ കൈക്കൊടുത്ത് ഈ സത്യം ആളുകളെ അറിയിക്കാനുള്ള ജോലി ഞാൻ കൂടെ ഏറ്റെടുത്തു. മഹാഭാരതത്തിലും വളരെ
അതിനുള്ളില് അത് ആ പണിയുടെ ഇല്ല ഞാൻ അതിന് കൂടുതൽ അതായത് ഒരു വീട് മലയാള ഇത്രയും പവിത്രമായ ഇത് വായിച്ചു കഴിഞ്ഞാൽ സർവേശ്വരിയിൽ ഉണ്ടാകുന്ന ഒരു വീട്ടിലേക്ക് പാചകം എന്താ ചിത്രമാണ്. അതിന്റെ കഥ ചിത്രമാണ്. ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ എല്ലാവരും വായിച്ചിട്ട് ഈ കഥയെ വീട്ടിൽ വീട്ടിൽ കേട്ടില്ല. വരുമ്പോഴാണ് ഇത് ഈ ശുദ്ധീകരണം നടക്കുന്നത്. ഇത് മുഴുവൻ വൃത്തിയാണ്. ശ്രീകൃഷ്ണന്റെ രീതിയാണ് ഇത്. മഹാഭാരത കഥയാണ് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ആളുകളുടെ പ്രതികരണം ഇതായിരുന്നു. ഇത് അശുദ്ധിയാണ്. കാരണം ഇതല്ലേ വ്യക്തമാണ് അവിടെ കാണിക്കുന്നത്. പൊതുവെ ആളുകൾക്ക് ഇന്ത്യയിൽ അതിനെക്കുറിച്ച് എഴുതാൻ പറയുമ്പോൾ ആ നരേഷൻ അയാൾ കൊടുക്കുന്ന സ്ഥാനത്ത് അയാൾ ആകർഷിച്ചാണ് വർഷത്തിൽ ഇത് ജീവചരിത്രമായി സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അത് എഴുത്തിനൊരു വീരത്വം കിട്ടി. അവിടെ ആദ്യം ഇത് മഹത്വമുള്ള സംഗതിയാണ് ആദ്യം സംഘടിപ്പിച്ചതാണ്. ഇത് ആരംഭിക്കണം മഹർഷി. ഈ മഹർഷി ഇതിനൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ മഹാഭാരത കക്ഷി മുന്നോട്ട് പോകുന്നതാണ് ഞാൻ വലിയ രീതിയിൽ പറഞ്ഞുകൊടുത്തത്. നിങ്ങൾ നിങ്ങളുടെ പൂർവ്വ കേരളീയൻ ഭാരതീയൻ ഒക്കെ വിചാരിക്കുന്ന പോലെ ഒരു വലിയ ഭക്തി അങ്ങനത്തെ ഒരു സംഗതിയല്ല. ഇതിന് യുദ്ധത്തിന് മനുഷ്യന്റെ ഏറ്റവും ദുഷം ഇപ്പൊ ഒരാള് സ്വന്തം കസിനാണ് നിഷാദ്. അയാളുടെ പുറകിൽ ഈ മറ്റേ പുറൽമാല ഭരിച്ച് ആ ചോര മുഴുവൻ കുടിക്കുക എന്ന് പറഞ്ഞിടത്തോളം തുല്യമായിട്ടൊരു രംഗമുണ്ട്. എല്ലാ ന്യായീകരണം പറയും ചോര ഞാൻ വായയിൽ കൊടുത്തില്ല ചുണ്ടിലുണ്ടായിരുന്നു എന്ന് പറയും ന്യായീകരണം. ഇങ്ങനെയാണ് മറ്റേ കാര്യങ്ങളൊക്കെ. പണ്ട് തത്വശാസ്ത്രം പണ്ട് യുദ്ധങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ തത്വശാസ്ത്രങ്ങളും ഉണ്ടായി. അതാണ് സത്യം. ഈ ഭഗവത്ഗീത എല്ലാ തത്വശാസ്ത്രങ്ങളും വരുന്നത് ഈ കൊലയോ രക്തത്തിന്റെ അനുബന്ധമാണ്. ഇപ്പൊ ഒരു യുദ്ധം ഉണ്ടാവും. അത് കഴിയുമ്പോഴാണ് ദേശീയത ഇങ്ങനത്തെ എല്ലാ അനുബന്ധ തത്വശാസ്ത്രങ്ങളും ബോധശക്തി വരും. Before nationalism, everywhere there is a war. യുദ്ധം ഉണ്ടാവുക അല്ലെങ്കിൽ ദേശീയത ലഭിക്കപ്പെടുക. യുദ്ധമാണ് ദേശീയതയെ വളർത്തുന്നത്. ദേശീയത വളരുന്നതിന് മുമ്പ് യുദ്ധം കൊണ്ട് മാത്രം പൊറ്റിപ്പെടുന്ന സാധനമാണ് ദേശീയത. അപ്പൊ അതെങ്ങനെയാണ് പൊറ്റിപ്പെടുന്നത്? അത് ഈ രക്തമാണ് ഈ നന്നം. കാരണം ആ ദേശീയത പിടിച്ചിട്ടാണ് നമുക്ക് പക വീട്ടണ്ടേ, നമുക്ക് ഒന്നിച്ച് നിൽക്കണ്ടേ, പക വീട്ടണ്ടേ. ശരി, പക വീട്ടുമ്പോ അവരെന്ത് ചെയ്യും? നമുക്ക് തിരിച്ചു പക വീട്ടണ്ടേ. അവിടെയും ദേശീയത. അപ്പൊ ഇംഗ്ലണ്ടും ജർമ്മനിയും തമ്മിലുള്ള ഹിസ്റ്ററി മാത്രം നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ച് പക വീട്ടുന്നതിന്റെ പുസ്തകങ്ങളുടെ കഥയാണ്. ഇപ്പൊ മിലിറ്റന്റ് ആയിരുന്നു ശരിയോ? അതായത് ഒരു പാഠത്തിനാണ് എല്ലാം വായിക്കുന്നത് മനസ്സിലാകുന്നത്. അത് ഞാൻ മഹാഭാരതം വായിച്ച എഴുതില്ല. സെക്കൻഡ് എഴുതിയിട്ട് ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ
അതെന്തുകൊണ്ടാണ് മഹാഭാരതമായിട്ട് മഹാഭാരതം സ്വന്തം സോഫ്റ്റ്വെയർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം നിർമ്മിക്കാനുള്ള ഒരു അതെന്താണ് ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ ഒരു ഗുണം മറ്റതെല്ലാം മറ്റ് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന സോഫ്റ്റ്വെയറിലൊക്കെ ഇരുന്ന സോഫ്റ്റ്വെയർ ഒക്കെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, അതായത് മൈക്രോസോഫ്റ്റോ അതുപോലുള്ള കമ്പനികൾ ഉണ്ടാക്കി അതിലൊക്കെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ. അതിൽ അല്ലാത്തൊരു പൈറേറ്റഡ് സോഫ്റ്റ്വെയർ നമ്മൾക്ക് അവർക്ക് ഇൻസ്പെക്ഷൻ നടത്തി ഫൈൻ അടിക്കാനുള്ള ഒരു അവകാശം ഏത് കമ്പ്യൂട്ടറും പരിശോധിക്കാൻ മൈക്രോസോഫ്റ്റിനെ കൊണ്ടുപോയി. അത് ചെയ്യുന്നില്ല, അവർക്ക് ചെയ്യാം. അതിനുള്ള സമ്പൂർണമായ അധികാരം അവർക്കുണ്ട്. പക്ഷെ നമ്മുടെ മഹാഭാരതം ഒരു പരിശോധന നടത്തിയിട്ട് അതിന്റെ ഉടമസ്ഥനായ ഒരു കമ്പനിക്കോ ഒരാൾക്കോ ഞങ്ങളുടെ ഇതല്ല പതിപ്പല്ല പോയി ഇത് ഫൈനടിക്കും എന്ന് പറയാൻ പറ്റും. ആ കഥയ്ക്കും ഒരാള് വ്യത്യസ്തതയുണ്ടല്ലോ, നിങ്ങൾ ഫൈനടിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് അങ്ങനെ ഒരു ഉടമസ്ഥനില്ല. അത് മാത്രമേ ഈ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ കൺസെപ്റ്റിന്റെ അതിനെ മാറ്റാനുള്ള സോഴ്സ് കോഡ് കൂടി ആ കമ്പനിയാണ് തരിക. ഇപ്പൊ വ്യാസന്റെ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ, നിങ്ങൾ മാറ്റാം. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതിയെ മാറ്റാനുള്ള അവകാശം കൂടി നമുക്ക് തരുന്നു. അതാണ് ഈ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ വലിയൊരു ആനുകൂല്യം. സ്വന്തമായിട്ട് ഇടപെടുന്ന സ്പേസ് സ്വന്തമായിട്ട് അങ്ങനെയാണ് എന്തും ഇപ്പൊ രണ്ടാമല്ലോ ശരി, അങ്ങനെ ഒരാൾക്കറിയില്ല. അതല്ല ശരിയല്ല, നമുക്ക് വേറൊരു കണ്ടുവരാറില്ല. നാടകങ്ങൾ മാത്രമാണ് സോഫ്റ്റ്വെയർസ് പോലെയുള്ള വ്യത്യസ്തമായ അത് എന്തുകൊണ്ടാണ് അതായത് നമുക്കിപ്പോ മാഷ് പഠിച്ച സമയത്ത് പഠിച്ചത് മഹാഭാരതത്തെ ഇപ്പൊ പഠിക്കുന്നത് ഒരു കാലത്ത് പഠിച്ചത് നമ്മൾ അതായത് ഇപ്പൊ മഹാഭാരതത്തിന് തുടക്കത്തിലുണ്ടായത് അതിന്റെ രീതികളോ ആലോചന രീതികളോ ഒന്നും അല്ല ഇപ്പോൾ അതിലിപ്പോ തുടക്കത്തിൽ ഞാൻ നാടിന് മാത്രമായിരുന്നു. പക്ഷെ സോഫ്റ്റ്വെയർ ജെൻസ് പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ അതിന്റെ അന്തരാർത്ഥങ്ങളിലേക്ക് അത് മീനിങ് ഉണ്ടാകുന്ന ചോദ്യങ്ങളിലൊക്കെ ഞാൻ പോയി. അപ്പൊ ഇതാണ് സാഹിത്യ വായനയുടെ ഒരു അനന്തരഫലം ആവട്ടെ. നമ്മൾ ആദ്യം വായിക്കുന്ന രീതിയിലുള്ള കുറച്ച് കഴിഞ്ഞാൽ പാഠത്തിനെ നമ്മൾ വായിക്കും. അത് കഴിഞ്ഞ് അതിന്റെ വേറെ മീനിങ്ങുകളും നമ്മളെ ആകർഷിക്കുക. അങ്ങനെയുള്ള ഒരു രീതി വലിയ കുട്ടികൾക്കൊക്കെ ഉണ്ട്. പുസ്തകം കുറ്റം ശിക്ഷയും അന്ന് വായിക്കുന്ന രീതി അവരെ ഇന്ന് വായിക്കാം. ഇനി അടുത്ത തലമുറ വായിക്കാനുണ്ടെങ്കിൽ അത് വേറെ പുസ്തകം വായിക്കണം. വായനയുടെ പ്രസരം വേദങ്ങളിൽ ആളുകൾക്ക് മാത്രമായിരുന്നു വായിക്കാൻ മഹാഭാരതം. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടല്ല. അത് അതെങ്ങനെയാ കേരളത്തില് കേരളത്തിലെ ഇന്ത്യയിലൊക്കെ എല്ലാത്തിലും ബ്രാഹ്മണർക്ക് മാത്രമേ ഏതെങ്കിലും പെട്ട അവകാശം. ഈ എഴുത്തരുന്ന പരിപാടി ജയിലിൽ ബ്രാഹ്മണർക്ക് മാത്രമേ ഇന്ത്യയിൽ എല്ലാവർക്കും അതിന് അവകാശമില്ല. ഇതൊരു വലിയ ടെക്നോളജിയാണ് ഈ എഴുത്ത്. അപ്പൊ ആ എഴുത്ത് പറഞ്ഞ ഗൂഢമായ ടെക്നോളജി ഉണ്ട്. അത് എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ എഴുത്ത് അറിവ് വലിയ എല്ലാവർക്കും തുറന്നു കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായി. അസേറിന്റെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ പ്രിന്റിംഗ് ടെക്നോളജി വന്നതോടുകൂടി പ്രിന്റേഴ്സ് പ്രസ് വന്നതോടുകൂടി അതൊക്കെ മാറി. പുസ്തകം ബൈബിൾ എല്ലാവർക്കും പ്രാപ്യമാക്കി. എല്ലാവരും എല്ലാവരുടെ വായന നൽകി. അങ്ങനെ ഈ പുസ്തകം എന്നുള്ളത് എല്ലാവരുടേതുമായി വരുന്ന ഒരു സാഹചര്യത്തില് ഈ കൃഷികളൊക്കെ ആളുകൾക്ക് ആക്സസിബിൾ ആവുള്ളൂ. അപ്പോഴേ വ്യാഖ്യാന ഭേദങ്ങളും പഠനങ്ങളും വായനകളും മറുവായനകളും ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കാലാവസ്ഥയിലേക്ക് ഞാൻ പ്രവേശിച്ചത് വളരെ വൈകിട്ടാണ്. അതുകൊണ്ടാണ് സാധിക്കും. ജാതി ഭേദം എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന സത്യമായിട്ട് മഹാഭാരതം മാറിയിട്ട് മഹാഭാരതത്തിൽ തുടങ്ങിയ കഥാപാത്രങ്ങളെയും ഋഷിമാരെ അതായത് രാഷ്ട്രീയം പോലും നല്ലതിൽ
വിദ്യയിലെ എല്ലാ പുസ്തകത്തിനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സംഗതികളുടെ നിരന്തര സംവാദം മാത്രം, ആ സംവാദത്തിലാണ് പുസ്തകം ജീവിക്കുന്നത്. അങ്ങനെയുള്ള സംഭാഷണങ്ങളും ചർച്ചകളുമാണ് ജീവൻ വെച്ച് പുസ്തകം മരിക്കുന്നതും ജീവിക്കുന്നതൊക്കെ. നമ്മൾ മറ്റൊരു സങ്കല്പം നമ്മൾ വെച്ചു തരണ്ട. പുസ്തകം അത് അവിടെ ഉണ്ട്, അത് ഭൗതിക വസ്തുവായിട്ട് അവിടെ ഉണ്ട്. അങ്ങനെയല്ല, ഈ ചർച്ചയിലൂടെ പരിണമിച്ചുണ്ടാകുന്ന പല അനുഭൂതി വിശേഷങ്ങളിലാണ് ആ പുസ്തകം നിലനിൽക്കുന്നത്. അല്ലാതെ ഭൗതിക വസ്തുവായിട്ടല്ല. ഇപ്പൊ നിങ്ങൾക്ക് ധർമ്മപുത്രനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടിൽ കൂടിയാണ് ധർമ്മപുത്രനുള്ള കഥാപാത്രം നിലനിൽക്കുന്നത്. കാരണം അയാൾ ഒരു വർഷത്ത് വഷളന്, ഒരു വർഷത്ത് ഭാര്യ പണയം വെച്ച് ആരെങ്കിലും ചൂണ്ടെടുക്കുന്ന അവനെ ഭാര്യ പണയം വെച്ചിട്ട് ആരെങ്കിലും ചൂണ്ടും ഇല്ല. അത്ര വഷളത്തായി ചെല്ലുന്നു. ഇങ്ങനെപ്പെട്ട അയാൾ വളരെ ധർമാത്മാവായിട്ടും നല്ല മാത്രമേ ചെയ്യുന്ന ഒരാളായിരുന്നു. അയാള് സത്യവാദി എന്ന് പറയപ്പെടുന്ന അയാളുടെ നോണ കൊണ്ട് മാത്രമാണ് ഈ യുദ്ധം ജയിച്ചത്. നോക്കൂ, നോണ കൊണ്ട് യുദ്ധം ജയിച്ചു. അപ്പൊ അയാൾ നല്ല ആളാണ് ഉണ്ടാവും. അപ്പൊ കേവലമായ നല്ലത് ചീത്തത് എന്നുള്ള വിഭജനങ്ങളൊക്കെ ദുർബലപ്പെട്ടു പോകുന്ന മറ്റുള്ള കഥാപാത്ര രചനകളുണ്ട്. മാത്രമല്ല ആ രചന കൊണ്ടാണ് ആ കഥാപാത്രങ്ങളിൽ ആ സ്വഭാവം കൊണ്ട് ഈ കഥ മുന്നോട്ട് പോകുന്നത്. നമ്മളതൊക്കെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുടെ ആ ഒരു നായകന്മാര്, ആ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ നായകന്മാരാണ്. ഈ ചതിക്കുകയും നുണ പറയുകയും ചെയ്യുന്ന ധർമാത്മാക്കളാണ്. അതുപോലെ മഹർഷിമാര് ഇവന്റെ അനിയന്ത്രിതമായ കാമവാസനയും അനിയന്ത്രിതമായ രാമവാസനയൊക്കെ ഉള്ള മഹർഷിമാരാണ് ഈ കഥ സാധ്യമാക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സാത്വികരായ സത്സ്വഭാവികളായ ശരി മാത്രം പ്രവർത്തിക്കുന്ന സാധു മനുഷ്യരിലല്ല ഈ കഥ. ആ സൃഷ്ടിക്കുന്ന കഥാപാത്രമല്ല, അത് സൃഷ്ടിച്ച ആളുകൾ. ഇതാണ് ഇതിന്റെ കോംപ്ലക്സിറ്റി. ഞാൻ പറഞ്ഞു, കഥ ഉണ്ടാക്കുന്ന കോംപ്ലക്സിറ്റി എന്ന് പറയുന്നതാണ്. ഇല്ലാതെ നല്ല ആളുകൾ ദുഷ്ടന്മാരായ മറ്റാളെ, നല്ല ആളുകൾ ദുഷ്ടന്മാരെ സുഖം, ഒരു കുഴപ്പമില്ല, നമുക്കൊക്കെ സമ്മതം. പക്ഷെ അതല്ല സംഭവിക്കുന്നത്. അതാണ് ഈ മഹാഭാരതം പോലുള്ള കഥകള് ഇത്ര വലിയ സാഹിത്യമായിട്ടത് മാറുന്നത്. എന്നും അത് സങ്കീർണതയെ തന്നെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ഈ നല്ല ആളെന്ന് പറയുന്ന ആളിന് കേൾക്കാൻ, വളരെ മോശക്കാരെന്ന് പറയുന്ന ആളിന് ദൈവാംശം, അങ്ങനെ പലതും ഉണ്ടാവുകയാണ്. നമ്മൾ എന്തായാലും പറയും അങ്ങനെ സിറ്റുവേഷൻ ഇതിങ്ങനെ ബലമായിട്ടുള്ള മെത്തോഡിക്കലായിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. പദക്കുതിരത്ത് സന്ദിഗ്ധമാക്കി ആർക്കാണ് ഈ യഥാർത്ഥത്തിൽ രാജ്യാവകാശം ഒരിക്കലും ഉത്തരം ഇവനെന്താ ഇഷ്യൂ പോലെ ഒരിക്കലും ഉത്തരം കിട്ടില്ല. അങ്ങനെ ഇഷ്യൂ ആക്കി വളർത്തിയെടുത്ത് അതിന് വേറെ ഇത് ചെയ്തത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന വേറെ ഇഷ്യൂ കൊടുക്കുന്നു. പിന്നെ ധർമ്മമായാലും അധർമ്മമായാലും മരണം അത് ഒരു വലിയ പ്രൊപ്പോർഷനായ പോലെ നടന്നു പറയാം. അത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് അത് കണ്ടിട്ട് ഭയങ്കര വ്യസനം ഉണ്ടായി പറയാം. അയാള് ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു. യുദ്ധത്തിന്റെ അശോകന്റെ യുദ്ധം വന്നു, അതുപോലെ രാജവംശ ചരിത്രങ്ങൾ വന്നു, യുദ്ധം വന്നു, യുദ്ധം വന്നു. പക്ഷേ ഇതിനകത്ത് പ്രഭാഷണം തുടങ്ങിയപ്പോ തന്നെ അശോക ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അശോകന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സവിശേഷ സാഹചര്യത്തിൽ അശോകമ്പാടുണ്ടെന്ന ഒരു ഫാക്ച്വൽ ചരിത്രത്തിന്റെ ഒരു പ്രാരംഭം പറയാവുന്ന ഒരു ഘട്ടമാണ്. കാരണം നമുക്ക് ലഭ്യമായിട്ടുള്ള ചില സ്തൂപങ്ങൾ, ശാസനങ്ങൾ ഇതൊക്കെയാണ്. അതായത് പറഞ്ഞ ചരിത്രമാണ്. നേരെ മറിച്ച് ഈ പറഞ്ഞ പൗരാണികത എന്നുള്ള ഒരു സംഗതിക്കകത്താണ് കുറെ കൂടി ഭാവനാത്മകമായിട്ടുള്ള സ്വഭാവങ്ങളിലുള്ള പലതരം താല്പര്യങ്ങളുള്ള ഒരു മേഖലയാണ് ഈ പൗരാണികത എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്തുള്ള ഈ ഒരു കോൺട്രഡിക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പൊ മാഷനെ സൂചിപ്പിച്ചതിലുള്ള ചില കാര്യങ്ങളോടുള്ള ഒരു വിയോജിപ്പാണ് ഞാൻ പറയുന്നത്. അതായത് മഹാഭാരതം നമുക്കറിയാം, അത് ആദ്യം 24,000 ശ്ലോകങ്ങൾ, പിന്നീട് പല കാലഘട്ടങ്ങളിലായിട്ട് എഡിറ്റ് ചെയ്തിട്ട് വന്നിട്ട് 1,00,000-ഓളം അങ്ങനെ വരുന്നതാണ്. അപ്പോ ഇതിനകത്ത് സംഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ചരിത്ര ഗ്രന്ഥങ്ങളെ കൃത്യമായ രീതിയിലുള്ള കാലഘടനയ്ക്കകത്തേക്ക് വെക്കാനുള്ള ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു പക്ഷെ ബുദ്ധമതത്തിന് ശേഷം ആണ് ഈ ഇത്തരത്തിലുള്ള രചനകളുടെ വലിയൊരു
വരവുണ്ടാകുന്നത്. അതായത് ബുദ്ധമതത്തിന് ശേഷം പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ പലപ്പോഴും ഈ മനുസ്മൃതി ആയിക്കോട്ടെ അല്ലെങ്കിൽ അർത്ഥശാസ്ത്രം പോലെ ആയിക്കോട്ടെ ഈ മൗര്യ രാജവംശത്തിന്റെ അവസാനത്തെ ബൃഹദ്രഥനെ കൊലപ്പെടുത്തുകയും പുഷ്യമിത്രസിംഹന്റെ ശുംഗവംശാവലി അധികാരത്തിലേറുകയും കൃത്യമായ ബ്രാഹ്മണ പ്രത്യയശാസ്ത്രം അത് നിലയുറപ്പിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാളിദാസ കൃതികളെ അല്ലെങ്കിൽ പതഞ്ജലിയെ അതായത് എല്ലാവരെയും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതിനിടയിൽ കയറി വന്ന ഒന്നായിട്ട് ബുദ്ധമതത്തെ പ്രതിഷ്ഠിക്കുന്നതിനകത്ത് ചില പ്രശ്നങ്ങളില്ലേ എന്നുള്ളൊരു എങ്ങനെ വന്നു എന്നതിനെ ആ ഒരു പണ്ഡിത പറയുന്നുണ്ട്. ഈ അതിലെ വഴി പോണ ആളുകളൊക്കെ ഈ സ്ഥിരമാണ് എല്ലാവരും കാണും. അപ്പൊ എനിക്ക് ആരുടെയും അതിൽ നിന്ന് മുഴുവനായിട്ട് മറച്ചു വെക്കാൻ പറ്റില്ല. രാജാവ് തോൽക്കും. നമ്മുടെ രാജാവ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ അതിന് പിന്നെ കഥകൾ പ്രചരിക്കാൻ അശോകൻ ക്രൂരനായിരുന്നു. 99 സഹോദരന്മാരെ കൊന്നതാണ്. അങ്ങനെ ഒരുപാട് കഥകൾ വന്നു. അപ്പൊ ഇതെല്ലാം കൂടി ഭാവനാശാലിയായ ഒരാൾക്ക് കഥയാക്കി മാറ്റാണ് മെറ്റീരിയലായിട്ട് കിട്ടുക. അപ്പൊ ആ മെറ്റീരിയൽ കിട്ടുമ്പോൾ മുട്ടുക എന്നുള്ള സഹോദരന്മാരെ ഒന്നാളായിട്ട് യുധിഷ്ഠിരന്മാര് ഒരു വശം. പിന്നെ അത് ദുഃഖിക്കുന്ന ഒരാളായിട്ട് അയാളെ ഇതൊക്കെ ദുഃഖിക്കുന്ന ആളായിട്ടാണ്. ആൾ തന്നെ പരമാർത്ഥങ്ങളായിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്രൊപ്പോഷനായിട്ട് ആ കഥാപാത്രം വീഴാണ്. അങ്ങനെയല്ല, ഇതൊക്കെ ഛായ വീഴാണ്. ഉദാഹരണത്തിന് ഭീഷ്മര് ശരശൈലിയിൽ മരിക്കാൻ നേരം ഉച്ചന്റെ ഏറ്റവും മരിക്കണമെന്ന് ആഗ്രഹം കഴിഞ്ഞാൽ അത് മരിക്കും. അപ്പൊ അത് ജൈന മുനികളുടെ ഒരു വീര്യത മരിക്കാതായി കഴിഞ്ഞാൽ ഇവരൊക്കെ എടുക്കും. അപ്പൊ ഈ ഭീഷ്മനുണ്ട് അന്നത്തെ ഒരു ജൈന മുനിയുടെ ഒരു നിഴൽ വീണ കഥാപാത്രമാണ്. അങ്ങനെ നമുക്ക് ഊഹിച്ച് വ്യാഖ്യാനിക്കാം. പക്ഷെ അന്ന് വ്യാഖ്യാനം തെറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തെളിവില്ല. പക്ഷെ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അർത്ഥവ്യാപ്തി. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ കഥകൾ വേറെ കഥകളുടെ മേല് വീണ് ചരിത്ര സംഭവങ്ങൾ കഥകളുടെ മേൽ വീണ് കഥകൾ ചരിത്ര സംഭവങ്ങളുടെ മേൽ വീണ് ഇതെല്ലാം കൂടി കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് ഈ കഥയ്ക്ക് വല്ലാത്ത ഒരു കഥ എന്ന് തന്നെ വലിയ റിച്ച്നസ് കൊടുക്കുക. അതാണ് മഹാഭാരതത്തിലെ അത്ഭുതമായിട്ട് ഞാൻ പറഞ്ഞത്. ഇത് ചരിത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇത് കൃത്യമായിട്ട് തെളിയിക്കാവുന്ന കാര്യമില്ല. അതില് ബുദ്ധമതത്തിൽ കൃഷ്ണനുണ്ട്. കൃഷ്ണൻ വിചാരിക്കുന്നത് കൃഷ്ണനാണ് എന്നെ എല്ലാ പാതകളും ജയിപ്പിച്ചത്. കൃഷ്ണനാണ് എനിക്ക് മോഹം ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ കൃത്യം ഒരു ബുദ്ധന്റെ വാക്യങ്ങളായി കാണുന്നത്. ഇത്ര വലിയ ഉത്തമതാനുകാരിയായിട്ടാണ് മരിക്കുന്നത്. കാരണം ഒരു നായയോട് കാണിക്കുന്ന കാര്യം ഇതൊക്കെ ബുദ്ധിശാശയങ്ങളാണ്. അതൊക്കെ ചേരുക ആളിലേക്ക് മുഴുവൻ ചേർന്നല്ല. അപ്പൊ മറ്റു കേട്ടോ. അപ്പൊ ഇങ്ങനെ മുഴുവൻ ഒരാളെ വേറെ നാളുമാകാം. പക്ഷെ അയാളിൽ മറ്റേ അതേ കലപ്പും ഒരു കലപ്പും ഇല്ലാത്ത ആള് ഭീമനാണ്. അയാൾക്ക് കുറ്റബോധമില്ല, അയാൾക്ക് പക പ്രതികാരം അതാ ഓർമ്മിച്ചു നിൽക്കുക. അത് ഒന്നും മറന്നില്ല. അയാൾക്ക് നേരെ ചെയ്ത ഒരു അനീതി മരിച്ചിട്ട് പോലും മറന്നില്ല. ബുദ്ധമതം പറയുന്നതോടൊപ്പം തന്നെ ഇവിടെ തദ്ദേശീയമായിട്ടുള്ള ഒരുപാട് ഗോത്ര ഭരണകൂടങ്ങൾ അത്തരത്തിലുള്ള ഈ ഇവിടുത്തെ സവിശേഷമായിട്ടുള്ള ഈ തനതായിട്ടുള്ള പാരമ്പര്യങ്ങൾക്ക് മേലുള്ള ഒരു സ്വാംശീകരണം അങ്ങനെ ഒരു കട്ടെടുക്കൽ പ്രക്രിയ ശിവന്റെ ചുടലമാടൻ സങ്കല്പനത്തെ വിമുക്തിയിലേക്ക് ആവാഹിക്കുന്നു. അതുപോലെ തന്നെ കൃഷ്ണന്റെ ഒരു യാദവ വംശാവലിയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഞാൻ അങ്ങനത്തെ ഈ പ്രശ്നം എന്താണ് പറഞ്ഞത് എന്തോ മാത്രമേ അത് ഇത് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞത് ഇത് തെളിവുണ്ട്. അങ്ങനെ ഞാൻ നോക്കും. ഞാൻ അങ്ങനെ ടെക്സ്റ്റൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ നിന്നിട്ടാണ് മഹാഭാരതത്തിൽ വ്യാഖ്യാനിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കുള്ള ചരിത്രകാരന്മാർ ഇങ്ങനെ പറയുന്നത് എനിക്ക് പോലും വന്നത് ആ മഹാഭാരത ടെക്സ്റ്റ് പറയുന്നത് ഇത് മാത്രം.
കാരണം അതൊക്കെ വളരെ സൂക്ഷ്മമായി പഠിക്കുന്ന സ്കോളേഴ്സിനെ കാരണം സംസ്കൃത ഭാഷയിലുണ്ടായ വ്യത്യാസം ഇങ്ങനെ നോക്കിയിട്ടാണെങ്കിൽ ഒരാള് അല്ല പല ആളിലാണ് എഴുതുന്നത് ഒരാളുടെ ഭാഷ ഇക്കാലത്ത് 500 കൊല്ലം കഴിഞ്ഞുണ്ടാകുന്ന ഭാഷയിലുള്ള വ്യത്യാസം അങ്ങനെയൊക്കെ പഴയ കാര്യങ്ങൾ നോക്കി അത്ര സൂക്ഷ്മ പഠിതാക്കളായ ആളുകൾക്ക് പറയാം ഞാൻ അങ്ങനെ പഠിച്ച അവർക്ക് അന്തരം നൽകി ഒരു കാര്യം വ്യാസൻ പിന്നെ ദളിതനെന്നൊക്കെ പറയുന്നല്ലോ ദളിതന്നുള്ള കാറ്റഗറി ഉണ്ടാകുന്നതിന്റെ ഏറ്റവും ഉണ്ടായ കാറ്റഗറിയാണ് ജാതി ഇന്നത്തെ വായന അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ട് അടിസ്ഥാന വർഗങ്ങൾ കുഴപ്പമില്ല രണ്ടാമത്തെ കാര്യം പിന്നെ അശ്വത്ഥാമാവിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ടല്ലേ പക്ഷെ നല്ല വിഷയമായിരുന്നു നല്ല മനുഷ്യൻ അതാണ് നല്ല മനുഷ്യൻ മോശങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇത് പണ്ട് പര്യാപ്തൊക്കെ വായിക്കുമ്പോഴേ അതിന്റെ അറിവൊന്നുമില്ല ധർമ്മപുത്രൻ നല്ല മനുഷ്യനല്ലേ നല്ല മനുഷ്യനല്ലേ അയാള് ഭാര്യ പ്രായം വെച്ച് ചൂട് കളിക്കുന്ന ആളല്ലേ രണ്ടും ചേർക്കുന്ന നാളെ നന്മയെ നന്മ തിരിച്ചറിയുന്നതിനുള്ള ബുദ്ധിമുട്ട് നന്മ ചെയ്യുന്നു നമ്മൾ സങ്കല്പിക്കുന്ന ആളുടെ തിന്മ കൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത് ഇതല്ലേ മുത്തറെ കഥയിലേക്ക് വന്നത് ഇല്ലതല്ല ഇല്ലേ നല്ലൊരു മനുഷ്യൻ നല്ലൊരു പട്ടുപോലുള്ള മനുഷ്യൻ രണ്ടാമതൊരു മഹാഭാരതം അതേതാ അതേക്കാ ഞാൻ പറഞ്ഞു നമുക്ക് ലഭ്യമായ ഒരുപാട് പാഠവേദങ്ങളുള്ള ഒരു മഹാഭാരതത്തിനെ കുറിച്ച് ഞാൻ എനിക്കത്രേ പറ്റുള്ളൂ എന്റെ അറിവില്ലായ്മ എന്റെ അറിവിന്റെ പരിമിതി സംസ്കൃതം എനിക്കറിയില്ല എന്റെ മലയാളം വിവരണം ഞാൻ അവരെ തിരിച്ചു അത് വായിച്ചു തീർക്കാൻ തന്നെ 10 കൊല്ലം ഇനി അത്ര ജന്മം വേണം ഇവിടെ ബാക്കിയുള്ള മഹാഭാരതം കൂടി വായിച്ചു നോക്കാൻ അതുകൊണ്ട് അതൊക്കെ വലിയ അക്കാദമികൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ മഹാഭാരതം എല്ലാം കൃഷ്ണന് മറുപടി പറഞ്ഞില്ലായിരുന്നു സാറിന് ഒരു മാതൃകല്യാണം വിദ്വാൻ പ്രകാശന്റെ എനിക്ക് ഒഴുക്കില്ല ഏറ്റവും പറ്റുന്നതല്ല കൃത്യമായ ട്രാൻസ്ലേഷൻ ഇല്ല പദ്യം വായിച്ച് ശീലമില്ലാത്തവരുടെ അത് സഹായകമാണ് പദ്യം അത് എല്ലാവർക്കും ഉണ്ടാവില്ല അത് നമ്മുടെ വിദ്യാഭ്യാസം പറഞ്ഞത് വ്യത്യാസമാണ് ഈ പദ്യമൊക്കെ ധാരാളമായിട്ട് വായിക്കുന്ന ഒരു വിദ്യാഭ്യാസ ക്രമത്തിൽ പെട്ട ആളായിരുന്നു ഞങ്ങൾ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുമ്പോഴേക്ക് ആ ശീലമില്ലാതെ ഒരു പ്രശ്നം പറഞ്ഞോളാം അതായത് കാവ്യാത്മകതയുടെ ഒരു 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 അതിന്റെ ഒരു ലിറ്റററിനെസ് അതായത് കവിത കാവ്യമാഖ്യാനം ചെയ്യുമ്പോഴുള്ള ഒരു 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 ലിറ്റററിനെസ് അതില് നമ്മൾ ഈ അനലിസ്റ്റ് പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇതില് വളരെ മിനിമം വളരെ അത് ഇപ്പൊ വൈദ്യ ഗ്രന്ഥങ്ങളൊക്കെ അത്രയ്ക്ക് ലിറ്ററസി കാര്യങ്ങൾ ഇങ്ങനെ പറയാം വളരെ കുറച്ച് അലങ്കാരങ്ങൾ വളരെ കുറച്ച് അലങ്കാരങ്ങൾ ഉപമ അതൊക്കെ വളരെ ഈ 5 കുഞ്ഞുങ്ങളും അതൊക്കെ അത്യപൂർവമായി വരുന്ന ചില അലങ്കാരങ്ങൾ ഈ കഴിഞ്ഞാൽ വളരെ ഇഷ്ടമായി മാത്രം അത് പ്രാഥമികമായി കിട്ടുന്നത് വലിയ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി ആ നിയതിക്കുള്ള വാക്കാണ് ദൈവം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയും വിധി എന്ന് പറയും ഇങ്ങനെ 3-4 വാക്കുകളുണ്ട് അപ്പൊ ദൈവത്തെ പൗരുഷൻ കൊണ്ട് ജയിക്കാൻ മേലവാക്കുക എന്നാണ് ആളുകളുണ്ട് വിധി എന്ന് പറയുന്ന സാധനം അതിലിപ്പോ ഉദാഹരണത്തിന് കർണന്റെ കഥ വിധിയുടെ കഥയായിരുന്നു ഞാൻ അയാൾക്ക് അറിയാം ഞാൻ തോൽക്കാൻ പോകുന്നു എന്റെ ഒരു ആയുധവും ഒന്നുമില്ല ഞാൻ മരിക്കാൻ പോകും പക്ഷെ ഞാൻ
മരിക്കാനാകും എന്റെ വിദ്യ എനിക്ക് അതിന് മറ്റേ രക്ഷപ്പെടാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ചൂട് കളിക്കും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട എന്ന് ചോദിക്കുമ്പോൾ കാലജോതിതനായിട്ട് ഞാൻ ഇറങ്ങിപ്പെട്ടു. അത് എന്നെ കാലം കൊണ്ട് പ്രചോദിപ്പിക്കുകയാണ്. വിദ്യ ഈ ആജീവക മതം എന്ന് പറയുന്ന സാധനം, ആജീവക മതപ്രകാരം എല്ലാവരും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൂട്ടി തീരുമാനിക്കപ്പെടും. ഇത്രാമത്തെ വയസ്സിന് ഇത്രാമത്തെ വയസ്സിന് വിവാഹം കഴിഞ്ഞു, ഇത്രാമത്തെ വയസ്സിന് നിങ്ങൾ സന്യസിക്കുക, ഇത്രാമത്തെ വയസ്സിന് നിങ്ങൾ ഇതൊക്കെ മുൻകൂട്ടി ജനിച്ച് വെളിപ്പെടുത്തി അയാളുടെ ജീവിതത്തിന്റെ പാത മുഴുവൻ മാറ്റി ചെയ്യരുത്. അതാണ് ആ വിധി വിശ്വാസമാണ് ആജീവകന്മാർ. അതൊക്കെ അത്തരം വിശ്വാസങ്ങളൊക്കെ ഇതിൽ ചേർന്നിട്ടുണ്ട്. അതാണ് ഈ വിധി പൗരുഷന്മാരെ പ്രയത്നം. ആ പുരുഷന്മാരെ മാത്രം സ്ത്രീ മനുഷ്യന്റെ പ്രയത്നം അതിന് വിധി മറികടക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ യുദ്ധത്തിൽ മരിക്കും എന്ന് വിധി ഉണ്ടെങ്കിൽ വിധിയാണെങ്കിൽ അതിനെ മറികടക്കാൻ ഒരാൾക്കും പറ്റില്ല. അതില് ഘടോത്കചന്റെ മരണം മാത്രം നമുക്ക് അതിനെ ന്യായീകരിക്കാൻ പറ്റും. അത് കൃഷ്ണൻ മനഃപൂർവ്വം ചെയ്യുന്നത് സങ്കടകരമായ കൃഷ്ണൻ മാത്രം ചിരിക്കാൻ കരയുമ്പോൾ ഇയാള് മാത്രം ചിരിക്കും. എന്തൊരു കൃഷ്ണൻ കുറെ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണില്ല. നല്ല കാര്യങ്ങൾ ചെയ്താലും ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഓർക്കില്ല. അതേ രീതിയിൽ നല്ല കാര്യങ്ങളാണ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം എന്താണ് ഒരു ആളിൽ അർജുനനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷപാതിത്വം കൊണ്ടാണ് ചെയ്യുന്നത്. അയാള് ഇന്നസെന്റ് ആയ ഒരു ശക്തൻ, അയാൾ പാണ്ഡവരെ വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് എവിടുന്നോ കാട്ടിന് ഓടി ഒന്നും യുദ്ധം ചെയ്യാണ്. അതിഭയങ്കര യുദ്ധ മറ്റേ ആളാണ്, പഴയ ആളാണ്. അയാള് കൊല്ലാൻ വേണ്ടിട്ട് ഇയാള് ഏത് പ്രയോഗിക്കാൻ പറ്റും? ചെയ്യുന്നത് അല്ലെങ്കിൽ ആണെന്ന് കൊല്ലാൻ വരും അയാള്. നമ്മള് അതായത് നമ്മള് ഇത് അച്ചീവ് ചെയ്യണം എന്നുള്ള മറ്റൊരു കാര്യം വായിക്കരുത്. നമ്മൾ അതിനെ അംഗീകരിക്കുക അല്ല. ഇത്തരം ഗ്രന്ഥങ്ങൾ ഏത് ഗ്രന്ഥങ്ങളും നമ്മൾ വായിക്കണം. ഇത് അങ്ങനെ പിന്നെ നമുക്ക് വായിച്ചിട്ട് ശരിയാണ്. നമ്മൾ കോടതിയിൽ എന്നിട്ട് വായിക്കണം. ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്ന പുസ്തകമായാൽ പോലും അതിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള സംഗതികൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് വരുന്നത്. അത് വലിയ തിരിച്ചറിവ്. ആ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് എന്റെ പുസ്തകത്തിന്റെ ഉദ്ദേശം. ആളുകളെ നിങ്ങൾ പുണ്യതായിട്ട് മൂത്ത് പൂജിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ഇതിനുള്ളിൽ ഇതൊക്കെ ഉണ്ട്, അതൊന്ന് കാണുക. അത്രയും ഉദ്ദേശം. അപ്പൊ അങ്ങനെ വായിക്കാം. ഞാനൊന്നും കൂട്ടിച്ചേർക്കുക, എന്റെ കയ്യിൽ നിന്നിട്ടുള്ള ഒരു സംഗതിയില്ല, എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിലിങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ചെയ്യാം. മഹാഭാരതത്തിനെ പറ്റി അപ്പോൾ ഈ കൃതി ശരിക്കും വിമർശന സാഹിത്യ വിഭാഗത്തിൽ വിമർശന സാഹിത്യത്തിൽപ്പെട്ട മഹാഭാരതത്തിനെ പറ്റിയുള്ള എന്റെ വിമർശനമാണ് പുസ്തകം. വിമർശനം പറഞ്ഞിട്ടില്ല. ഒന്ന് മഹാഭാരതത്തിന്റെ സ്വഭാവം ഒരാളെ പറ്റി വിമർശിക്കുന്നു, അത് ആയിരം പറയും. അത് ഇങ്ങനെ ഉണ്ടായത് എന്നെ പറയും. അന്വേഷണമാണ് നിഗമനങ്ങൾ വരും. ഞാൻ തൊട്ട് മത്സരിച്ച് മഹാഭാരതം വായിക്കുന്ന കഥ വായിക്കുന്ന പോലെ മാറും. അത് വായനാക്ഷമതി കൂടുതൽ. അതായത് നിഗമനങ്ങൾ മാത്രം എഴുതിയ അത് ശരിയല്ല. ഇത് വായിച്ച് രസിക്കുന്നതിന്റെ രസമുണ്ടല്ലോ. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുമ്പുള്ള ഭരണഘടന പറയുന്നത് ഈ സ്മൃതികൾ, ശാസനങ്ങൾ, അപ്പൊ അതിനെ അത് കുറെ കൂടി സ്വഭാവം നിൽക്കുന്നതാണ്. അതിന് കുറെ കൂടി ജനപ്രിയമായ രീതിയിൽ, അല്ലെങ്കിൽ ഈ സ്മൃതികളിൽ പറയുന്ന സാമൂഹിക മര്യാദകളെ, മര്യാദകളെ
അതിനെയൊക്കെ കുറെ കൂടി ജനകീയമായിട്ട് എന്താ പറയുക വികസിപ്പിക്കുന്നതിനായിട്ട് ഈ ഇത്തരം കൃതികൾ ശ്രമിച്ചിട്ടില്ലേ? ശ്രമിച്ചിട്ടുണ്ട്. അതേ പറയണ സ്മൃതികളൊക്കെ ചെയ്യുന്നത് ഷാദ് പറഞ്ഞിട്ട് സാധൂകരിക്കാം. അത് ഈ പുസ്തകം ചെയ്യുന്നുണ്ട്, അതെടുത്തിൽ ചെയ്യുന്നുണ്ട്. അതായത് പറയുന്നത് ഷാദ് പറഞ്ഞിട്ട് സാധൂകരിക്കാനാണ് ഭഗവത് ഗീത. ഒരുപാട് ഗീതകളുണ്ട്. മറ്റേ ഗീത, ഈ ഗീത, ഈ കൃഷ്ണന്റെ ഗീത മാത്രമേ ഉണ്ടായിരുന്നു മാത്രമേ വേറെ ഒരുപാട് ഗീതകളുണ്ട്. അതൊക്കെ ചെയ്യരുത്. പിന്നെ അല്ലാതെ മറ്റുള്ള മറ്റേ ജാതകത്തിനെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറയുന്നത് ഇതിന് വേണ്ടിയാണ് ഈ ബുക്ക് എഴുതിയത്. എന്നാ എഴുതുന്നത്? ഈ ബുദ്ധമതം കയറി വന്നിട്ട് ഈ ഹിന്ദുമതത്തിന്റെ ഗുണങ്ങളും ദോഷം തന്നെ അതിൽ സമത്വമില്ല. എല്ലാവരും തുല്യരല്ല. എല്ലാവരും തുല്യരല്ല. ചില ആൾ മേലെ, ചില ആൾ താഴെ. അത് പല തട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെ അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥയല്ല, അത് ലോകത്തിന്റെ വ്യവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഈ ജാതി വർണ്ണത്തിന്റെ ധർമ്മം എന്താ അത് അനുസരിക്കുകയാണ് നമ്മൾ. അപ്പൊ നമ്മൾ ലോകത്തിന്റെ മൊത്തം ധർമ്മം അനുസരിക്കുക. കോസ്മിക്കാണ്. പ്രപഞ്ചക്രമം. ആ പ്രപഞ്ചക്രമത്തിനെ അനുസരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും അവരവരെ വീതിച്ച് വിട്ട് ജീവിതം അത് ചെയ്യാം. അതാണ് ശരി. അതിനെ സ്ഥാപിച്ചുറപ്പിക്കാനാണ് ഇത് എഴുതപ്പെടുന്നത്. അതെന്ത് സന്ദർഭത്തിൽ എഴുതുന്നത്? ഈ ബുദ്ധമതം ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ സാധനമില്ല. കാരണം ഞങ്ങൾ വേദത്തിന്റെ ഫൗണ്ടേഷനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. വേദം ഞങ്ങൾക്ക് പ്രമാണമല്ല, വേദമല്ല പ്രമാണം എന്ന് പറഞ്ഞ് ബുദ്ധമതം ഒരു പ്രസ്ഥാനമായിട്ട് വരുമ്പോഴാണ് ഈ മഹാഭാരതം ഇങ്ങനെ കൂട്ടിത്തർക്കൊണ്ട് ഈ ഭഗവത്ഗീത അങ്ങനെ കാര്യങ്ങൾ വരുന്നു. ബുദ്ധമതം ശക്തിപ്പെടുന്നതോറും അതിനെതിരായിട്ട് ഈ ചെറുപ്പുകൾക്കും ഈ മഹാഭാരതം പോയി ഒക്കെ എഴുതണം. അത് അസംഖ്യം പുസ്തകങ്ങൾ എഴുതിയില്ല. നമുക്കും മഹാഭാരതം കിട്ടിയതും അങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന സമയമാണ് ഇതിന്റെ ഈ രചനയുടെ ഏറ്റവും വലിയ പുഷ്കരകാലം. അതാണ് ആ കാലത്ത് പുഷ്കരമാകാനുള്ള കാരണം. കാരണം എതിർവശത്ത് ബുദ്ധമതങ്ങളുടെ ശക്തമായിട്ടുള്ള ഫിലോസഫിക്കൽ അടിസ്ഥാനം, അതുപോലെ വാദപ്രതിവാദ ശേഷിയും ഒക്കെയുള്ള അവരുടെ തർക്കശാസ്ത്രമൊക്കെ അതിഭയങ്കര സൂക്ഷ്മ തർക്കശാസ്ത്രമാണ്. ആത്മാവുണ്ടെന്നതിനെയൊക്കെ ഖണ്ഡിക്കും. എന്താണ് നദി? നദി എന്ന് പറഞ്ഞാൽ എന്താ? നദി എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. നദി എന്ന് പറഞ്ഞാൽ ഇക്കരയാണ്. നദി എന്നുള്ള നടുക്കുള്ള മണലാണ്. അല്ല, ഇതെല്ലാം സംയോജിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ നദി എന്ന് പറയുന്നത്. ആ നദിയിൽ നിന്ന് ഇത് ഓരോന്നായിട്ട് അഴിഞ്ഞു പോയാൽ നദിയില്ല. അപ്പൊ ഈ ഒരുപാട് നാമരൂപങ്ങളുടെ സംയോഗമാണ് ഒരു പ്രതിഭാസം. അങ്ങനെ പ്രതിഭാസമാണ് മനുഷ്യരീരം. അങ്ങനെ ഉണ്ടാകുന്നതാണ് അതിന്റെ ബോധമാണ് ഞാൻ. അപ്പൊ ഈ ഞാൻ എന്ന് പറയുന്നത് എങ്ങനെയാ? യാദൃച്ഛികമായി ഒരുപാട് സംഗതികളുടെ സംയോഗം കൊണ്ടുണ്ടാകുന്ന ഒരു അനുഭൂതിയാണ്. അപ്പൊ ആ അനുഭൂതി എത്രയും വേഗം ഈ നാമരൂപങ്ങൾ അഴിഞ്ഞു പോകുമ്പോൾ ഈ അനുഭൂതി ഇല്ലാതെയോ, ജീവനില്ലാതെയോ. ഇത്രയും സിമ്പിളാണ് ഇത്. അപ്പൊ ദൈവം ഉണ്ടോ? എനിക്ക് ദൈവത്തിന്റെ കാര്യം അറിയില്ല. എനിക്ക് ദൈവത്തിന്റെ ഗൂഢാത്മകതയേക്കാൾ അധികം അറിയാം മനുഷ്യന്റെ ദുരിതാത്മകതയാണ്. അപ്പൊ അതാണ് ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് എന്തൊരു ഭൗതികവാദമാണ്. അത് മൊത്തം ഇന്ത്യൻ മെറ്റാഫിസിക്സിനെ അടി തോന്നുക. അപ്പൊ അങ്ങനെ ഒരു ഫിലോസഫിക്കലായിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി ഈ ഫിലോസഫിയിൽ മാത്രമല്ല, ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് കൂടി മാത്രമല്ല വെല്ലുവിളി. അവിടെ ഈ പല ജാതികളും അതിലേക്ക് മാറി. അപ്പൊ അത് ഹിന്ദുമതത്തിനും ഒരു ഭയങ്കര അതിജീവന സമരമായി. അങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ എഴുതുന്നത്. ഈ സാഹിത്യവും ഈ കൃതികളും തത്വശാസ്ത്രവും സാധൂകരണങ്ങൾ യുദ്ധവും ഒക്കെ വരുന്ന അപ്പോഴാണ്. അത് ഏറ്റവും സർഗാത്മകമായ കാലം. അതാണ് ഈ BC 300 AD 400 ആ കാലത്തിന്റെ സർഗാത്മകത. എന്തെല്ലാം വിദ്യകളായിരുന്നു. അപ്പഴേക്ക് പുരുഷമേധാവിത്വം വന്നു, മറ്റൊന്നും ഇതൊന്നും ആകെ സമൂഹത്തെ കലങ്ങി മറിഞ്ഞു. ഇങ്ങനെ ഉണ്ടായിരുന്ന കാലം ഇന്ത്യയിലെ ഏറ്റവും സർഗാത്മകതയുള്ള കാലം എന്നാണ് ഞാൻ അതിനെ എന്റെ പരിമിതമായ ചരിത്രം പോലും വിശദീകരിക്കാൻ പോയി. ആ ഒരു BC 300 AD 300 വരെയുള്ള അപ്പോഴാണ് ഭാസം, കാളിദാസനാണ് ഭാസം 5 മഹാഭാരത സന്ദർഭങ്ങൾ എടുത്ത് നാടകങ്ങളിലേക്ക് പഞ്ചരാത്രം, ഇങ്ങനെയുള്ള ഭൂതവാക്യം, അങ്ങനെയുള്ള നാടകങ്ങൾ എഴുതി. അങ്ങനെ കാളിദാസൻ എഴുതി. അപ്പൊ ഇങ്ങനെ എഴുത്തും മറ്റേ കവിതയിലെ അർത്ഥശാസ്ത്രം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വന്നു. ഏറ്റവും ഗംഭീരമായ കാലമാണ്. അത്ര ഇളകി മറിഞ്ഞ ആ കാലത്തിന്റെ സൃഷ്ടി കൂടിയാണ്
10 വർഷത്തെ അത് ഓരോ ഇതിപ്പോ ആദ്യമായിരിക്കുമ്പോ ഞാൻ പറഞ്ഞ അത് ചെയ്യണം. ഞാൻ വീണ്ടും വായന ആരംഭിച്ചു. അത് കുറിപ്പെടുത്താണ്. അത് കുറിപ്പെടുത്ത് ഓരോ ദിവസവും അങ്ങനെ ബാഗാണ്. അങ്ങനെ അതിന്റെ ചില കുറിപ്പുകൾ എടുത്തിട്ട് ഞാൻ വെച്ച് നോക്കിയപ്പോ ഒരു ലേഖനം, എന്ന ലേഖനം. അതാണ് സുരാജിന്റെ പറഞ്ഞില്ല ഇതൊക്കെ ഇതിനോട് ഐഡിയോളജിക്കലി യോജിക്കാൻ പറ്റും. അതാണ് കാര്യം മനസ്സിലായി. പക്ഷെ വേറെ ആരെങ്കിലും ഉണ്ടാവും അത് ശരിയാവില്ല. ഞാനത് എഴുതണം. അത് ഒന്നാമത്തെ ലേഖിക്ക കാലത്താണ് മരിച്ചു. ഇത് ഞാൻ രണ്ടാമത്തെ ലേഖിക്കാണ് വ്യാസനേതാണ്. അത് ഞാൻ പിന്നെ പരിഗണിക്കാൻ. അപ്പൊ മൂന്നാമത്തെ ഇത് ധർമ്മത്തിന്റെ അവിടെ അംഗീകരിക്കപ്പെട്ട പ്രിൻസിപ്പിൾ രണ്ടുപേരും കരാർ, ആ കരാറനുസരിച്ചുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ നടപ്പിലാക്കി. അപ്പൊ മൂന്നാമത്തെ അങ്ങനെ ഈ കഥയിൽ എങ്ങനെ ഗതി ഉണ്ടായത് എന്ന് പറയുമ്പോൾ അതിനൊരു ഡയലക്ടിക്സ് ഉണ്ട്. അത് റഫറി ഇല്ലാത്ത ബുക്കാണ് പോലെയാണ് ആദ്യം. പിന്നെ ജഡ്ജി ഇല്ലാത്ത കോടതി പോലെയാണ് തോന്നി. അപ്പൊ അത് അങ്ങനെ അങ്ങനെ ഏൽക്കുമ്പോ ഈ വിധിയില് അങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ചാപ്റ്ററായിട്ട് ഈ കുറിപ്പ് പുസ്തകത്തിന് പുസ്തകം വേണ്ട, കുറിപ്പ് പുസ്തകം നോക്കിയിട്ട് അങ്ങനെ കൂട്ടിത്തരം മാത്രമേ ഉള്ളൂ. അങ്ങനെ എഴുതി ഉൾപ്പെടെ അവിടെ ചാപ്റ്ററുകളുണ്ട്. അത് ഞാൻ ഇല്ല ഇനി ഇതല്ലാതെ ഇതിന്റെ കയ്യിൽ സ്പാർക്കിനെ പിടിച്ച പോലെ മാഷിന് അങ്ങനെ സ്പാർക്ക് ഉണ്ടായിരുന്ന എത്ര ദൂരം വഴി നടത്തുന്ന ഒരു പിന്നാവിളിച്ച് എത്രയോ ദൂരം നമ്മളെ കൊണ്ടുപോയി. ഞാൻ ഈ കടലാസിൽ എഴുതുന്നേ അത് കമ്പ്യൂട്ടർ പോയിട്ടില്ലേ. ഞാൻ എഴുതുമ്പോഴാണ് എനിക്ക് എഴുതുമ്പോ എഴുതി കാണും ഞാൻ എഴുതാനുള്ള സന്തോഷം. അങ്ങനെ അപ്പൊ ഞാൻ കുട്ടിക്കാലത്ത് ജീവിച്ച എഴുത്ത് അതുകൊണ്ട് അത് സ്വീകരിക്കണമെന്നൊന്നല്ല ഇപ്പൊ. എനിക്ക് ഞാൻ ഓഫീസിന് മറ്റേ കഴിക്കാൻ നമുക്ക് കമ്പ്യൂട്ടർ തന്നെയാണല്ലോ ഉപയോഗിക്കാം. അതുപോലെ അതിന് വേറിട്ടൊരു പണിയാണ് ഇതെന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ കൂടിയിട്ടാണ് ഞാൻ ഈ പണി. എനിക്കൊരു സംശയം, ഈ മഹാഭാരതമൊക്കെ എത്രയോ മുമ്പുണ്ടായിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ഈ അശോകനൊക്കെ കാലം വരുന്നത്. അപ്പൊ മഹാഭാരതത്തിൽ അതിന് സ്വാധീനമില്ല. ഈ അശോകന്റെ ഈ കഥാപാത്രം മഹാഭാരതല്ലേ നേരത്തെ പിന്തുടരുന്ന സാധനമില്ല. അതാണ് നമ്മളൊരു കാലഘട്ടത്തിലുള്ള ഒരു ഇത്. നമ്മൾ വിചാരിക്കുമ്പോ മാറ്റം എഴുതിയതിനു ശേഷം എഴുതി അങ്ങനെ ശേഷം ഇത്രയും വിസ്തൃതമായ കാലത്തിന്റെ ഒരു വലിയ അളവില് അങ്ങനെ നമുക്ക് പറയാനുള്ള തെളിവുകളൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ഒരേ കാലത്ത് തന്നെ എഴുതിയിട്ടുണ്ടാകും. അത്രയൊക്കെ പറയാൻ പറ്റും. അത്രയൊക്കെ ചരിത്ര പണ്ഡിതന്മാർക്ക് പറയാൻ പറ്റും. അതിന്റെ ഒപ്പാവും ഈ പുസ്തകം എഴുതുന്നതിന്റെ സമാനമായിട്ടാവും വേറെ ഒരു ഭാഗത്ത് വേറെ ആളുകൾ എഴുതണം. അങ്ങനെയൊക്കെ പറയാൻ പറ്റും. കാലത്തെത്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആശയങ്ങൾ ഇപ്പോ ഈ ധർമ്മം, ഇപ്പൊ മഹാഭാരത ധർമ്മം എന്ന് പറയുന്ന ഒരു വാക്ക് അത് യഥാർത്ഥത്തിൽ ധർമ്മം ആണ്. പാലിയിലെ ബുദ്ധമത പ്രകാരം ആ ധർമ്മം എന്ന് പറഞ്ഞാൽ സാമൂഹിക നൈതികതയാണ്. കാരണം മറ്റുള്ളവരുടെ സഹജീവി പരിഗണന, മൈത്രിയോട് കൂടി ജീവിക്കുക, സൗഹാർദ്ദത്തോട് ജീവിക്കുക, മതേതരത്വത്തോട് കൂടി ജീവിക്കുക, അതൊരു ഇതാണ്. അതുപോലെ ഭൗതികമായ അടിസ്ഥാനമാണ് ധർമ്മം എന്ന് പറയുന്ന സംസ്കൃത പദാവലിയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ തികച്ചും ഈ ചാതുർവർണ്ണ സംരക്ഷണമാണ്. അപ്പൊ
ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് ധർമ്മത്തിൽ 5 അർത്ഥങ്ങൾ മഹാഭാരതത്തിൽ പ്രയോഗിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ബുദ്ധധർമ്മത്തിൽ നമ്മയിൽ ഒറ്റ അർത്ഥങ്ങൾ അത് കടലിൽ ഹൈലുണ്ടാക്കാറുണ്ട്. അങ്ങനെയൊക്കെ അതാണ് അർത്ഥം. ഈ സങ്കല്പങ്ങളാകാതെയൊക്കെ നമുക്ക് ചരിത്രപരമായി ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറയുന്നത്. അതായത് കൃത്യമായ രീതിയിൽ മഹാഭാരതം അത് സങ്കല്പനങ്ങൾ പ്രധാനമാണ് ഈ മഹാഭാരതം ഇത് പറയുന്നത് ധർമ്മ അല്ല, ശരിയായ അത് ധർമ്മമാണ്. ധർമ്മപുത്രനാണ് നമ്മുടെ നായകൻ. ധർമ്മം എന്ന് പറയുമ്പോൾ പുരധർമ്മം, വർണ്ണം പാലിക്കുക, അതാണ് ഭഗവത്ഗീത. ഭഗവാന്റെ ഗീത വിദ്യാർത്ഥികളെടുത്ത കൗരവൊരിക്കലും മറ്റുള്ളവരെക്കാൾ ഭാഗവതം എന്ന് പറയുമ്പോൾ ഇവന്മാരെല്ലാം പറയുന്നത് കേട്ടിട്ട് അത് ചെയ്യും. ഏകദേശം അതേപോലെ ഒരു കേൾക്കുന്നത് ചെയ്യുകയും ചെയ്യുന്ന ടൈപ്പാണ്. അങ്ങനെയുള്ള പാരമ്പര്യത്തില് പണ്ടത്തെ ഇന്ത്യയൊക്കെ പണ്ടത്തെ ഇപ്പോഴത്തെ ഇന്ത്യ നോക്കുമ്പോൾ ഇതൊരു സെയിം ആയിട്ടുണ്ടെന്ന് തോന്നാറില്ല. കാരണം ഇതൊന്നും പറയുന്നത് എങ്ങനെ പിള്ളേരെ നശിച്ചു പോവുകയും പറയുന്നത് എങ്ങനെ പിള്ളേരെ ജയിച്ച് ആയിരുന്നു പോവുകയും ചെയ്യുന്ന പറയുന്നത്. മഹാഭാരതം അങ്ങനെ കണ്ടാക്കിയിട്ടില്ല. രാസൻ കൊണ്ടാണ് പാണ്ഡവ അതിന് ജയിക്കുന്ന ലക്ഷം മാത്രമല്ല എന്താണ് അദ്ദേഹം പറഞ്ഞത്? ധർമ്മം അനുജീവിക്കുവാണ് അദ്ദേഹത്തിന് പാടും. അതിനെയൊക്കെ ചെയ്തു. അല്ല, മനസ്സിലാക്കിയിട്ട് ഞാൻ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതിന് വേറെ വർഷങ്ങളാണ് മറ്റുള്ള അവരുടെ ഘടന അനുസരിച്ച് അത് ഏത് സാഹചര്യം വ്യാഖ്യാനിക്കാവും. പക്ഷെ നമ്മൾ അതിന് പ്രമാണമായിട്ട് മഹാഭാരതത്തിനുള്ള വൈകികളോ സംഗീതങ്ങളോ ഹാജരാക്കണം. അല്ലാതെ ഊഹങ്ങളോ അഭിപ്രായങ്ങളോ ഈ പാറ്റേൺസ് തന്നെയുണ്ടോ? ഈ പാറ്റേൺസ് തന്നെയല്ലേ കാര്യങ്ങൾ. അതിന് മൗലികമായ പാറ്റേൺ അതല്ലേ. ഇപ്പൊ എന്താ പറയുക, മണിപ്പൂരിൽ ഇതെല്ലാം നടക്കുന്നത് കഥയുണ്ട്. അതിന് ഈ മഹാഭാരത പ്രസ്ഥാനത്തിലെ പോലെ 5 പേര് പെണ്ണും കൂടി നടത്തുക. ഓരോ ആളുകളായിട്ട് ഒരു ചത്ത് വീഴുക, പോലീസിന്റെ നക്സലേറ്റ് മുന്നിൽ വീഴുന്നില്ല. ഇതന്നെയല്ലേ മഹാപ്രസ്ഥാനകാരി ഈ വീട് ചാവല്ല, വീടിച്ച് വീഴ്ത്തപ്പെട്ട് ചാവും. വെടിവെച്ച് ഒരാൾ മരിച്ചു, അടുത്ത വെടിവെട്ടി അടുത്ത ആൾ മരിച്ചു. എല്ലാം ആ കാരണമാണ് ഇവിടെ അതിനെ അത് നിത്യം നടക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും നിരന്തരവും കൊല്ലരും ഈ വസ്ത്രാഗ്രഹമാണ്. ഇത് എന്നും ചോദ്യങ്ങൾ. ഈ 3 കാര്യം ഗാംബ്ലിങ്ങും ഈ കൊലയും മാനവത്വപ്പെടുത്തലുമാണ് അതിന്റെ ഏറ്റവും വലിയ തീം. ഓരേ അഭിപ്രായങ്ങളുണ്ട്. ഇതിന്റെ പ്രതികരണം എന്താ? പ്രയോജനം ആളുകളെ അൺവൈറ്റ് ചെയ്യാൻ പറ്റി
എന്നെ ബുക്ക് വായിച്ചാൽ മതി. ഞാൻ അത് വായിച്ചില്ല. അത് വായിച്ചു കഴിഞ്ഞ് സാധനം പോയില്ല. നീ വായിച്ചു ഈ ഭാഗത്തുനിന്ന് എനിക്ക് എന്റെ മോഹൻ നന്ദി പറയാൻ സ്ത്രീകു നമസ്കാരം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല സാഹിത്യരചനാ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ രചനാനുഭവങ്ങൾ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ശ്രീ KC നാരായണന് ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. സ്വാഗതം അറിയിച്ച മെൽവിയ ആൻഡ് ബിജുവിന് നന്ദി അറിയിക്കുന്നു. അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ഡോക്ടർ ബാബുരാജൻ കെ നന്ദി അറിയിക്കുന്നു. ആമുഖ ഭാഷണം നടത്തിയ ഡോക്ടർ C ഗണേഷ് നന്ദി അറിയിക്കുന്നു. ആശംസാ പ്രസംഗം ശ്രീ KP രാമനുണ്ണി നന്ദി അറിയിക്കുന്നു. ഡോക്ടർ അശോക് ഡിക്രൂസ്, ഡോക്ടർ രതീഷ് ശങ്കരൻ, ഡോക്ടർ അൻവർ അബ്ദുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത മറ്റ് അധ്യാപകർ, ഗവേഷകർ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സദസ്സിൽ ഇത്രയും നേരം ഈ പ്രഭാഷണം ശ്രവിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഒരു അറിയിപ്പുണ്ട്. നാളെ മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന വിഷയത്തെ കുറിച്ച് ഒരു സെമിനാർ സർവകലാശാലയുടെ രംഗശാലയിൽ വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും പങ്കെടുക്കണം. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ശ്രീകുമാർ ആണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഡോക്ടർ ദേശമംഗല രാമകൃഷ്ണൻ, അത് ഡോക്ടർ ശിവപ്രസാദ് എന്നിവരൊക്കെ പങ്കെടുക്കും. 10 മണിക്ക് തുടങ്ങും. സർവകലാശാല രംഗശാല എല്ലാവരും ഉണ്ടാവണം. Thank you.